സാർ പറഞ്ഞോളൂ. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തോട്ടെ സർ? ജയൻ സാർ, ആദ്യമായിട്ട് നമ്മുടെ ഈ വേദിയില് സാബു സാറിന് ഒരു നമസ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങി. ഡോക്ടർ ജയൻ നമ്പൂതിരി സാർ നമുക്ക് ആർക്കും അപരിചിതനല്ല. പക്ഷെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള ഒരു കൊച്ചു മര്യാദ മാത്രമാണ് ഇവിടെ നിർവഹിക്കുന്നത്. എൻ്റെ ഗുരുനാഥനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു അഭിമാനവും കൂടി എനിക്കുണ്ട്. സാബു സാർ വിളിക്കുമ്പോൾ സത്യത്തിൽ ഞാനൊന്ന് പുറത്തായിരുന്നു. അപ്പൊ സിസ്റ്റർ പറഞ്ഞത് ആരോ വിളിച്ചിട്ടുണ്ട്, അങ്ങനെയാണ് എനിക്ക് വന്നത്. അപ്പോഴാണ് സാറ് പറയുന്നത് ഇങ്ങനെ ക്ലാസ്സിൽ. ഞാൻ സത്യത്തിൽ നോക്കിയിട്ടില്ല, ഓണാവും. എന്തായാലും വളരെ സന്തോഷത്തോടെ ജയൻ നമ്പൂതിരി സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അദ്ദേഹം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ബിഹേവിയർ തെറപ്പിയുമായി മുന്നോട്ട് പോകുന്ന ഒരു ഉന്നത വ്യക്തിയാണ്. ഒരു മനുഷ്യത്വത്തിന്റെ ഉടമയാണ് അദ്ദേഹം എന്ന് തെളിയിച്ച വ്യക്തിയാണ്. കയ്യിലുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കുക, സന്തോഷത്തോടെ കൊടുക്കുക. അതിന്റെ ഫലമായിട്ട് തന്നെയാണ് ഇന്റർനാഷണൽ വേദിയിൽ അദ്ദേഹത്തിന് ഇന്ന് വെന്നിക്കൊടി പാറിക്കാൻ കഴിയുന്നത്. മൈൻക്രാഫ്റ്റ് എന്ന ആ ഇന്റർനാഷണൽ വേദിയിലെ CEO ആണ് അദ്ദേഹം. അപ്പൊ കൊടുക്കുന്നത് കൊണ്ട് കിട്ടും എന്ന് കൃത്യമായി തെളിയിച്ച വ്യക്തിയാണ് അദ്ദേഹം. 4 ഹോസ്പിറ്റലുകൾ, ഇപ്പോ കോഴിക്കോടും അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബം, ഭാര്യ, മോളും അദ്ദേഹത്തിന്റെ വഴിയിൽ തന്നെയാണ് സൈക്കോളജി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാറിന്റെ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 170ാമത്തെ ക്ലാസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. തെറ്റുണ്ടെങ്കിൽ 75 ഓക്കെ. 175ാമത്തെ 76ാമത്തെ ക്ലാസ് ആണിത്. 5 ക്ലാസ് എൻ്റെ കയ്യിൽ നിന്ന് പോയി. എന്തായാലും ജയൻ സാർ എന്ന ആ ഉയർന്ന വ്യക്തിത്വത്തെ നമ്മുടെ സുഹൃത്താണ്, ജ്യേഷ്ഠ സഹോദരനാണ്. അദ്ദേഹത്തെ നമുക്ക് ഈ വേദിയിലേക്ക് വളരെ സന്തോഷപൂർവ്വം ക്ഷണിക്കാം സർ. ഓക്കെ, ഇന്നൊരു ക്ലാസ് കഴിഞ്ഞേ ഉള്ളൂ. അവർ ചോദിച്ചാൽ എങ്ങനെ ക്ലാസ് എടുക്കാൻ പറ്റുന്നതെന്നാണ്. കാരണം ബാക്കിയുള്ളവര് PPT ഉണ്ടാക്കി പുസ്തകം വായിക്കണ പോലെ ഇങ്ങനെ വായിച്ചു പോയി. ഞാൻ എനിക്ക് PPT വായിക്കാൻ അറിയില്ല, എന്തെങ്കിലും മെത്തേഡ് തരാൻ പറഞ്ഞു. ഇപ്പൊ അവർ വീണ്ടും ഓഫ്ലൈനിൽ വിളിച്ചിട്ടുണ്ട്. എന്ന ഡേറ്റ് ആസാമിലാണ്. അവിടുത്തെ ക്ലൈമറ്റ് ഒന്ന് ശരിയായ ചെല്ലാമെന്ന കണ്ടീഷനായിരിക്കണം. ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കിട്ടിയതാണ് ഇപ്പൊ ഈ ക്ലാസ്സിനൊരു പ്രചോദനം കിട്ടിയത്. ലോകത്തെ ഏറ്റവും ടഫായ ജോലി ഏതാ? അടുക്കള ജോലിയാ സർ. ആനയെ മേയ്ക്കുന്ന ആനപ്പാപ്പന്റെ ജോലിയാണ്. ബാക്കി വരട്ടെ. ടഫായ ജോലി സാറേ, ഫാമിലി ലൈഫ് തന്നെയാണ്. കുടുംബ ബന്ധങ്ങൾ നന്നായി കൊണ്ടുപോകുന്നത്. അത് എല്ലാ ജോലിയും അവർ ചെയ്യുന്നവർക്ക് വലുതാണ്. അവര് ചെയ്യുന്നതാണ് ഏറ്റവും വലുത്. ഇന്നത് വലുത് ഇന്നത് ചെറുതെന്ന് പറയാൻ ഒക്കത്തില്ല. അതോ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? എന്ത് തോന്നുന്നുണ്ട്? കഴിഞ്ഞ മദേഴ്സ് ഡേക്ക് എനിക്ക് വന്നൊരു വീഡിയോ ആയിരുന്നത്. അപ്പൊ ഒരു തോന്നിയതാണ്. എങ്ങനെ ശരിയാവുന്ന അറിയില്ല. അപ്പൊ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. എന്താണ് ഒരു വീട്ടില് അമ്മയും അച്ഛനും തമ്മിൽ ഉണ്ടാവുന്ന വ്യത്യാസം? ഒരു വീട്ടിൽ അമ്മയില്ല, അല്ലെങ്കിൽ ഒരു വീട്ടിൽ അച്ഛനില്ല. ഈ 2 വ്യത്യാസങ്ങൾ എന്തുണ്ടാവുക? നിങ്ങൾക്ക് പറയാം. അമ്മ കുറച്ചുകൂടി ഇമോഷണലി നമുക്ക് അവൈലബിൾ ആയിരിക്കും. അല്ല, അമ്മ ഇല്ല വീട്ടില്, ആബ്സെൻസ് ഓഫ് മദർ, അതുപോലെ ആബ്സെൻസ് ഓഫ് ഫാദർ. എന്താണ് ഔട്ട്പുട്ട്? ഇപ്പം ആബ്സെൻസ് ഓഫ് ഫാദർ ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് കുറെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ, ഇപ്പം മിക്ക വീട്ടിലും ഡിസിഷൻ മേക്കർ ഫാദർ ആയിരിക്കും. അതുപോലെ ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി ഉണ്ടാവും ഫാദർ ഉണ്ടെങ്കിൽ.
അതേപോലെ തന്നെ നമുക്ക് മീൻസ് എന്തെങ്കിലും ചെന്ന് പറയാൻ പറ്റുന്ന ഇപ്പം അതിന് സെൻസ് ഓഫ് സെക്യൂരിറ്റി ഇപ്പൊ എന്തുണ്ടെങ്കിലും അച്ഛനുണ്ടെന്നുള്ള ഫീലിംഗ് ഉണ്ടാവും. ഇപ്പൊ ലാക്ക് ഓഫ് മദർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ലൈക്ക് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് പൊതുവെ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും കൂടുതൽ കാണുന്നത് അമ്മമാരോടാണ്. പൊതുവെ നമുക്കിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വിഷമം ഉണ്ടെങ്കിലും നമുക്ക് അച്ഛന്മാർക്ക് ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റണമെന്നില്ല. പക്ഷെ അമ്മമാർക്ക് നമ്മളൊന്നും പറയണ്ട, അല്ലാണ്ട് തന്നെ അവർക്ക് തിരിച്ചറിയാൻ പറ്റും. ആ ഒരു ഇമോഷണൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഇമോഷണൽ എന്താ പറയാ ഇമോഷണൽ സെക്യൂരിറ്റി അമ്മ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങൾ കുറച്ച് താളം തെറ്റും. ഇപ്പം ഓഫ് കോഴ്സ് നമ്മുടെ ബേസിക് നീഡ്സ് എന്ന് പറയുന്നത് ഫുഡും കാര്യങ്ങളും ആണ്. ഇപ്പം പക്ഷെ ഇപ്പൊ കുറച്ച് ജെൻഡർ ഇക്വിറ്റി ഉണ്ടായതുകൊണ്ട് പല വീട്ടിലെ അച്ഛന്മാരും ഇതേപോലെ തന്നെ മീൻസ് ചെയ്യുന്നുണ്ട്, ഉണ്ട്. സോ അത് ഈ കാലഘട്ടത്തിൽ പറയാൻ പറ്റില്ല അധികം. കാരണം കുറെ പേര് എന്റെ ജനറേഷൻ ഒക്കെ നോക്കുവാണെങ്കിൽ ഒരുപാട് പേര് ഇപ്പം മുന്നോട്ട് വന്ന് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നമ്മുടെ ഫുഡ് തൊട്ടാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അതൊക്കെ കുറച്ച് നമുക്കൊന്ന് കറക്റ്റിന് പോവും. സോ നമ്മുടെ ബാക്കി ഡേയ്സ് കുറച്ച് മീൻസ് നല്ല രീതിയിൽ പോവും. ഇപ്പൊ അച്ഛൻ കുറച്ച് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ബാക്കി ദിവസം മൊത്തം നമ്മളൊരു റഷ് ആയിരിക്കും. സോ ഇതാണ് എനിക്ക് തോന്നുന്ന മേജർ ഡിഫറൻസ്. ഓക്കെ, താങ്ക് യു. ഈ പറഞ്ഞതില് ഒറ്റ വാക്കിൽ പറയാൻ പറ്റുമോ? ബാക്കിയുള്ളവർക്ക് വരാം, ബാക്കിയുള്ളവരൊന്ന് പറഞ്ഞു നോക്കും. ഒരു വീട്ടില് ആബ്സൻസ് ഓഫ് മദർ ഓർ ആബ്സൻസ് ഓഫ് ഫാദർ എന്താണ് അവിടെ? അച്ഛനെങ്കിലും അമ്മ ഉണ്ടെങ്കിൽ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. വേറെ വല്ല അഭിപ്രായം? വേറെ വല്ല അഭിപ്രായം ഉണ്ടോ? മദർ ഇല്ലാതിരുന്നാണ് ബുദ്ധിമുട്ട്. മദർ ഇല്ലാതിരുന്നാലാണ് ബുദ്ധിമുട്ട്. ഫാദറിലായ പിന്നെ സാർ അച്ഛന്റെ അമ്മയുടെ പ്രസൻസ് ഉള്ളത് കോമ്പൻസേറ്റ് ചെയ്യും. കുഴപ്പമൊന്നുമില്ല, ഫിനാൻഷ്യലി സൗണ്ട് ആണെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ മദർ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. പിന്നെ സാറ് ആ വീഡിയോ കാണിച്ച പോലെ തന്നെ ഫാദറിന്റെ ഒരു വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. ഇപ്പൊ മേ ബി രാവിലെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പത്രം വായിക്കുന്ന ഒരു 10 മണി തൊട്ട് പിന്നെ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ഓഫീസിൽ പോകും. 5 മണി കഴിഞ്ഞാൽ വീട്ടിൽ വരും, കുറച്ച് കാര്യങ്ങൾ വീട്ടിൽ ചെയ്യും, പിന്നെ TV കാണും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഫാദറിന്റെ പരിപാടി. പക്ഷെ മദർ എന്ന് പറയുന്നത് ഇതേപോലെ ആ വീഡിയോ കാണിച്ച പോലെ തന്നെ എപ്പോഴും അവൈലബിൾ ആയിരിക്കണം. അപ്പം പ്രഗ്നൻസി ടൈം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ റുട്ടീൻ അനുസരിച്ചായിരിക്കും അവർ ഉറങ്ങുക പോലും ചെയ്യുക. സോ വർക്കിംഗ് അവേഴ്സ് അങ്ങനെയൊന്നും ഇല്ല, അവർ ഓൾവേസ് അവൈലബിൾ ആയിരിക്കണം 24 hours. അതാണ് ഒരു മേജർ ഡിഫറൻസ്. അപ്പോ ഞാൻ ഈ വീഡിയോ സെലക്ട് ചെയ്ത് വളരെ സക്സസ് ആയി. ഈ അവയർനെസ് കിട്ടിയല്ലോ. നിങ്ങൾ അനാഥ മന്ദിരങ്ങൾ കണ്ടിട്ടുണ്ടോ? അനാഥ മന്ദിരത്തിൽ ആരെ നമുക്ക് കാണാൻ പറ്റും? അവിടെ അമ്മയാണ് അല്ലെ? അപ്പൊ ഒരു വീട്ടില് അമ്മയില്ലെങ്കിൽ ഫാമിലി ഇല്ല, അച്ഛനില്ലെങ്കിൽ ഫിനാൻഷ്യലാണ്. ഇതാണ് വ്യത്യാസം. ഇപ്പോ ചില സ്ഥലത്ത്, ഇപ്പോ അൻസാരി സാറ് പറഞ്ഞ പോലെ ചില സ്ഥലത്ത് ഇപ്പോ അച്ഛനില്ല അമ്മയ്ക്ക് നല്ല ജോലിയുണ്ട്, അതൊക്കെ എല്ലാ സ്ഥലത്തും വരുന്നു. ജനറലായിട്ട് പറയുമ്പോൾ ഫാമിലിയില് അമ്മയില്ലെങ്കിൽ അവിടെ ഫാമിലി ഉണ്ടാവില്ല. കാരണം അത് അനാഥമന്ദിരമായിട്ട് അവിടെ അമ്മയായിട്ടാണ് ഇവിടെ വരുന്നത്, അവിടെ അച്ഛന്മാരല്ല കൂടുതലുണ്ടാവുക. അതുപോലെ അച്ഛനില്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്രോബ്ലമാണ് വരുന്നത്. അപ്പൊ ഇതാണ് ഈ വീഡിയോ കണ്ടപ്പോ ഒരു സ്പാർക്ക് എവിടെയാ തോന്നി, അപ്പൊ ഒന്ന് ചെയ്തു നോക്കിയതാണ്. താങ്ക് യു. നമുക്കിനി PPT കൂടി പോയി നോക്കാം എങ്ങനെയാണ്. ഒരു മിനിറ്റ്, എന്തോ ചെറിയ പ്രശ്നം. ഓക്കെ, കാണാമല്ലോ? കാണാം. ഓക്കെ, മോൾക്ക് കേട്ടോ. Family and relations. Healthy families are the foundation of a healthy society. നമ്മൾ സാധാരണ
ഒരു പുതിയ ഫാമിലി വരുമ്പോൾ ഒരു മാരേജ് കഴിഞ്ഞ് വരികയാണ്. ആ മാരേജ് കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ സാധാരണ പറയുന്ന 3 കാര്യങ്ങളുണ്ട്. C³ ആണത്. ആ C³ പറയണത് കമ്മ്യൂണിക്കേഷൻ, കോപ്പറേഷൻ, കോംപ്രമൈസ് ആണ്. അതിൻ്റെ കൂടെ പറയുന്ന ഒരു വാക്കുകൂടിയുണ്ട്, പുതിയ വീടാണ്, അവിടെ പോയാൽ എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യണമെന്നുള്ളത്. ഇത് ഏറ്റവും തെറ്റായ പദമാണ്. അവിടെ അഡ്ജസ്റ്റ്മെന്റ് അല്ല വേണ്ടത്, അവിടെ വേണ്ടത് പരസ്പരം അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഇപ്പോൾ ക്ലിനിക്കിൽ വന്ന പല കേസുകളിലെയും ബേസിക് ഇവർ തമ്മിൽ പരസ്പരം അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് പ്രോബ്ലംസ് വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഗൂഗിളും ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ആണ് എന്നെ ഇതിൽ സഹായിച്ചത്. അതുകൂടാതെ ഈ വരുന്ന ജൂൺ 1, 2, 3 തീയതികളിൽ ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ 3 ദിവസത്തെ ഇന്റർനാഷണൽ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. വൈകുന്നേരം 8 മുതൽ 9 വരെയാണ്. ക്ലാസ് എടുക്കുന്നത് മിസ്റ്റർ മാറ്റാണ്. വിത്ത് ഇന്റർനാഷണൽ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും അവിടുന്ന് കൊടുക്കുന്നുണ്ട്. ഇതാണ്, ഞങ്ങൾ ആരെങ്കിലും കോൺടാക്ട് ചെയ്താൽ ഇതിൻ്റെ ബാക്കി രജിസ്ട്രേഷൻ എല്ലാം ചെയ്യാവുന്നതാണ്. നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു മരം, അതിലെല്ലാ കൊമ്പുകളും ഒരുപോലെ ആവാറുണ്ടോ? ഇല്ല സർ. പക്ഷെ അതിന്റെ റൂട്ട് സെയിം ആയിരിക്കും. ആ മരത്തിന്റെ റൂട്ട് സെയിം ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങളെല്ലാവരും പല രീതി പോയാലും അതിന്റെ റൂട്ട് സെയിം ആണ്. നമ്മുടെ വീട്ടിലെ ഹെഡ് ആരാ? അച്ഛൻ. പിന്നെ ആണായിരിക്കും. അച്ഛനൊക്കെ മാറി. റേഷൻ കാർഡിൽ ഇപ്പൊ ആരെയാ പേര്? റേഷൻ കാർഡിൽ അമ്മയാണ്. അമ്മേരെയാ. അതിന് നമ്മുടെ ഫാമിലി എന്ന് പറഞ്ഞ പാർട്ടി ഓഫീസ് അല്ല ഹെഡ് ഉണ്ടാവാൻ, ലീഡർ ഉണ്ടാവാൻ. കാരണം എല്ലാരും കൂടി യോജിക്കുന്നതാണ് കുടുംബം ഉള്ളതാണ് കുടുംബം. അതുപോലെ ആ ഒരു ഫാമിലിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട് അവരെല്ലാവരും ചേർന്നാൽ മാത്രമേ അത് ഫാമിലി ആവുള്ളൂ. അവിടെ ഹെഡ് ഇല്ല. ആ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ആവശ്യമില്ലാത്തൊരു ഈഗോ വരും. ഇപ്പൊ ഫാമിലിയിൽ ഹെഡ് എന്നതിന് പകരം എല്ലാവരും കൂടി ചേർന്നതാണ്. കാരണം ഇപ്പോൾ ഹെഡ് ആവുമ്പോൾ അവിടെ ലീഡറിന് അർത്ഥത്തിലും ലീഡർ ആവാൻ നമ്മുടേത് ഒരു പാർട്ടി ഓഫീസും അല്ല. ഇപ്പോ ഫ്രണ്ട് ആയാലും ബോയ് ഫ്രണ്ട്, ഗേൾ ഫ്രണ്ട് എന്ത് വന്നാലും എൻ്റെ ആണ് അല്ലേ? ഇപ്പൊ ഫ്രണ്ട് ആയാലും ലാസ്റ്റ് വരുന്ന END ആണ്. ബോയ് ഫ്രണ്ട് വരുമ്പോൾ END വന്നു, ഗേൾ ഫ്രണ്ട് വരുമ്പോൾ END, ബെസ്റ്റ് ഫ്രണ്ട് വന്നു END വന്നു. എന്ത് വന്നാലും അവസാനം വരുന്ന ഫാമിലിയിൽ ILY ആണ് എന്ന് പറഞ്ഞാൽ ഐ ലവ് യു. അപ്പോ ഫാമിലി എന്ന വാക്കിനെ എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം? ഫാമിലി എന്ന വാക്കിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഫാദർ, മദർ, ചിൽഡ്രൻ live together happily. Live together happily. വേറെ വല്ല അർത്ഥങ്ങളും? നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നത് ഫാദർ ആൻഡ് മദർ ഐ ലവ് യു എന്നായിരുന്നു ഫാമിലിയെ കുറിച്ച്. ഇപ്പൊ പുതിയൊരു ഡെഫിനേഷൻ കൂട്ടി. ഫാദർ ആൻഡ് മദർ implying the presence of children where love must prevail between me and you. ഇതിപ്പോൾ അടുത്ത് കിട്ടിയൊരു ഡെഫിനേഷൻ ആണ്. ഫാദർ ആൻഡ് മദർ implying the presence of children where love must prevail between me and you. അങ്ങനെയാണ് റിലേഷൻഷിപ്പ് ആണെങ്കിലോ ആ റിലേഷൻഷിപ്പിലെ ഓരോ ഈ റിലേഷൻഷിപ്പ് എങ്ങനെ കൊണ്ടു നടക്കണം? അവിടെ നേരത്തെ പറഞ്ഞ പോലെ ലീഡർ എന്ന ഭാവം ഉണ്ടാവാൻ പാടില്ല,
അവിടെ എല്ലാവരും ഒന്നിച്ച് ആണെങ്കിൽ അവിടെ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇവിടെ ഈ റിലേഷനിൽ ആദ്യത്തെ വാക്ക് ആറാണ്. ആർ എന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റ് ആണ്. ഈ റെസ്പെക്റ്റ് എങ്ങനെ നമ്മൾ കൂടുതൽ അവിടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? ഈ റെസ്പെക്റ്റ് അവിടെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അവിടെ വേണ്ട ഒരു സാധനം കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. ഈ കമ്മ്യൂണിക്കേഷനിൽ രണ്ടുപേർക്കും പരസ്പരം പറയുവാനും കേൾക്കുവാനും അവസരം കൊടുക്കണം. ആ പറയുമ്പോൾ സംസാരിക്കുമ്പോൾ രണ്ടുപേരെയും പരസ്പരം റെസ്പെക്ട് ചെയ്തോടുകൂടിയുള്ള വാക്ക് തന്നെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. രണ്ടുപേർക്കും പറയാനും അവസരം കൊടുക്കണം, രണ്ടുപേർക്ക് കേൾക്കാനും അവസരം കൊടുക്കണം. കൂടാതെ അവർ സംസാരിക്കുന്ന കാര്യങ്ങൾ മൂന്നാമതൊരാൾ അറിയേണ്ടതാണെങ്കിൽ മാത്രം ശബ്ദം പൊന്തിയാൽ മതി, അല്ലെങ്കിൽ ശബ്ദം പൊന്തേണ്ട ആവശ്യമില്ല. ഇപ്പൊ മിക്കവാറും സംഭവിക്കണം എന്താ വെച്ചാൽ, ഇപ്പോ ഒരു വീട്ടില് ഹസ്ബൻഡും വൈഫും തമ്മിൽ വഴക്കുണ്ടാക്കുകയാണെങ്കിൽ അത് മിക്കവാറും കുട്ടികളുടെ മുന്നിൽ വെച്ചാണ്. ഈ കുട്ടികളുടെ മുന്നിൽ വെച്ച് ചെയ്യുമ്പോൾ അവർ കൊടുക്കുന്ന പുതിയ ഇൻഫർമേഷൻ എന്താ? വലുതായി കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ മാരേജ് ചെയ്യണം, മാരേജ് ചെയ്ത് ഇതുപോലെ വഴക്കുണ്ടാക്കണം. അപ്പോ ഭാര്യയും ഭർത്താവും വഴക്കുണ്ടാക്കിയോട്ടെ, നല്ലതാണ്. പക്ഷെ ആ വഴക്ക് മൂന്നാമതൊരാൾ അറിയാൻ പാടില്ല. ബെഡ്റൂം വഴക്കുണ്ടാക്കാനുള്ള ഏരിയ അല്ല. അങ്ങനെ ചെറിയ വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ അത് മാറ്റാനുള്ള ഏറ്റവും നല്ല മരുന്നാണ് അന്നത്തെ ഫിസിക്കൽ റിലേഷൻ. അവിടെ ഈ പരസ്പരം റെസ്പെക്ട് ചെയ്യുമ്പോൾ രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്ത് രണ്ടുപേരും ഒന്നിച്ച് ബെഡ്റൂമിൽ കയറണം. ഒരാൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിരിക്കുന്നു, മറ്റാൾ കിടന്നുറങ്ങാം എന്ന സിസ്റ്റത്തിൽ രണ്ടുപേരും ഒരുമിച്ച് ബെഡ്റൂമിൽ കയറണം. അതേപോലെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ രണ്ടുപേരും അവരുടെ പ്രാഥമിക കർമ്മങ്ങൾ ചെയ്തിപ്പോൾ ആ ബെഡ്റൂമിൽ നിന്ന് എന്തെങ്കിലും പ്രാർത്ഥനയുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ഒന്നിച്ചിരിക്കുക. ആ ഒന്നിച്ചിരിക്കുമ്പോൾ അവരുടെ മനസ്സിൽ വരുന്ന ഫീലിംഗ് എന്താണോ അതന്ന് ഫുൾ എക്സ്പ്രസ് ചെയ്തിരിക്കും. ഇപ്പൊ അന്ന് അവർക്ക് ദേഷ്യമാണ് വന്നെങ്കിൽ അന്നത്തെ ദിവസം മുഴുവൻ മുഖം വീർപ്പിച്ച് വന്നിട്ടുണ്ടാവും. സന്തോഷമാണെങ്കിൽ മാക്സിമം ഒരു സന്തോഷം എക്സ്പ്രസ് ചെയ്തിരിക്കും. ഇവിടെ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ പരസ്പരം രണ്ടുപേരും റെസ്പെക്ട് തുടങ്ങും. അടുത്തത് എക്സ്പെക്ടേഷൻ ആണ്. ഈ എക്സ്പെക്ടേഷൻ ഈ രണ്ട് പാർട്ട്നേഴ്സും തമ്മിൽ അവരെന്താണോ രണ്ടുപേരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന അതിൽ കൂടുതൽ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. ആ എക്സ്പെക്ടേഷനെ കുറിച്ച് മറ്റുള്ളവരെ മുന്നിൽ വെച്ച് കമ്പയർ ചെയ്യാനും പാടില്ല. ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു എന്ന വേണ്ട. ആ രണ്ടുപേരുടെയും കഴിവുകൾ എന്താണെന്ന് പരസ്പരം റെസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എക്സ്പെക്ടേഷൻ എൻ്റെ കയ്യിൽ നിന്ന് ഇന്നതേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഇന്നതേ ചെയ്യാൻ പറ്റുമെന്ന് രണ്ടുപേർക്ക് അറിയാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പോൾ ഒരാളുടെ സ്വഭാവത്തിൽ മാറ്റം വരില്ല എന്ന് തോന്നുന്ന സാധനങ്ങൾ അവിടെ ബലം പിടിച്ച് മാറ്റാൻ ശ്രമിക്കാൻ പാടില്ല, അത് മാറില്ല. ഇപ്പൊ എക്സ്പെക്ടേഷൻ ഇത്രയേ ഉള്ളൂ, രണ്ടുപേരും എന്താണോ ആഗ്രഹിക്കുന്നത് അതും അവിടെ കമ്മ്യൂണിക്കേഷൻ വന്നു കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുക. സാധാരണ മാരേജ് നമ്മൾ ഒരുപാട് നല്ല ഡെഫിനേഷൻസ് ഒക്കെ കൊടുക്കാറുള്ളതാണ്. ഇപ്പോൾ ക്ലിനിക്കിൽ വരുന്ന ചില കേസുകളിൽ ഇത് വരുമ്പോൾ ഇപ്പൊ ചില സമയത്ത് ഉലാൻ സാറൻ ഒപ്പം ഉണ്ടാവാറുണ്ട്. ഞങ്ങൾ അവരോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, നിങ്ങൾ എന്തിനാ കല്യാണം കഴിച്ചതെന്നാണ്. കാരണം അവർക്ക് തന്നെ അറിയില്ല എന്തിനാന്നുള്ളത്. അപ്പോൾ നല്ല ഡെഫിനേഷൻ ഒക്കെ മാറിയിട്ട് ഇപ്പോൾ കുറച്ച് ക്രിയേറ്റീവായിട്ട് ഡെഫിനേഷൻ ഉണ്ടാക്കാൻ പറ്റി. ഒന്ന് ഹോട്ടൽ സൈക്കോളജി ആയിട്ട് കണക്ട് ചെയ്യാറുണ്ട്. ആ ഹോട്ടൽ സൈക്കോളജി പറയുമ്പോൾ നമ്മൾ സാധാരണ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ വീട്ടിൽ നിന്ന് പ്ലാൻ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഇന്ന ഹോട്ടലിൽ ഇന്ന ഫുഡ് കഴിക്കാമെന്ന്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സീറ്റിൽ പോയിരുന്നാൽ നമുക്ക് ആദ്യം കിട്ടും മെനു കാർഡ്. ഈ മെനു കാർഡ് കിട്ടിയ പരസ്പരം ചോദിച്ചു നിനക്ക് എന്താ വേണ്ട ചോദ്യം തുടങ്ങും. ഓൾറെഡി പ്ലാൻ ചെയ്താ പോണത്. അത് കഴിഞ്ഞ് രണ്ടാമത് വീണ്ടും എന്തെങ്കിലും വേണമെന്ന് ചോദിക്കുന്നുണ്ട്. ഇതാണ് ഹോട്ടൽ സൈക്കോളജി ആയിട്ട് ഞാൻ പറയാറുള്ളത്. അതേപോലെ തന്നെ മാരേജ് ഇവരെന്തെങ്കിലും പ്ലാൻ ചെയ്ത് പോയിണ്ടാവും. ഇവർ ഫുഡ് കഴിക്കുന്ന സമയത്ത് അപ്പുറത്തെ സൈഡിൽ ഇവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുന്നുണ്ടാവും.
എൻ്റെ എക്സ്പെക്ടേഷൻ ഒന്ന്, റിയാലിറ്റി വേറെ. അപ്പൊ ആ എക്സ്പെക്ടേഷൻ എന്താണെന്ന് കൃത്യമായിട്ട് അവർ പറഞ്ഞു കൊടുക്കുക, രണ്ടുപേരും എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഹാർമണി ആ വീട്ടിൽ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. മൂന്നാമത്തെ എല്ലാണ്, ലവ്. ഇൻ ഫാമിലി ലൈഫ് ഈസ് ദ ഓയിൽ ദാറ്റ് ഈസ് എ ഫ്രിക്ഷൻ. ആ ഇപ്പൊ ഇരുമ്പുകളൊക്കെ വർക്ക് ചെയ്യുമ്പോൾ, യന്ത്രങ്ങളൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഫ്രിക്ഷൻ വരുമ്പോൾ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ ആ ഫാമിലി ലൈഫിൽ യാതൊരു ഫ്രിക്ഷനും ഇല്ലാതെ നല്ല സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റിയ ഓയിലാണ് ലവ്. അതിൻ്റെ കൂടെ ചിലവർക്ക് മ്യൂസിക്കും ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ രണ്ടുപേർക്ക് മ്യൂസിക് ഇഷ്ടമാണ് കേൾക്കുകയാണെങ്കിൽ ആ മ്യൂസിക്കും അവർക്ക് അവിടെ ആഡ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും വില കൂടിയ മരുന്ന് എന്ന് പറയുന്നത് ടച്ചാണ്. ഇപ്പോൾ അൻസാരി സാറ് പറയാറുണ്ട്, പുതിയ പുതിയ മെത്തേഡുകൾ പറഞ്ഞു തരാറുണ്ട് വീട്ടിലെ പ്രശ്നം ഉണ്ടാക്കാന്ന്. കാരണം ഇത്രയേ ഉള്ളൂ, ഈ ഓയിൽ എന്ന് പറയുന്നത് അവിടെ ഒരു ഓയിൽ മസാജാണ് പറഞ്ഞു കൊടുക്കാറുള്ളത്. ഇവര് ആ പാർട്ട്നേഴ്സ് രണ്ടുപേരും തമ്മിൽ പരസ്പരം ഓയിൽ മസാജ് ചെയ്തിരിക്കണം. അത് കോമഡി ആയിട്ടും പറയാറുണ്ട്. ഇത് കൃത്യമായിട്ട് വീട്ടിൽ നിന്ന് കിട്ടാത്തതുകൊണ്ടാണ് ഇല്ലാത്ത പൈസയും കൊടുത്ത് നമ്മൾ പട്ടായ പോണത് മസാജ് ചെയ്യാൻ. അവിടെ പോയാലും കിട്ടുന്ന ഓയിൽ മസാജാണ്. അവിടെ കുറച്ച് എരിവും പുളിയും കൂടും, അത് പൈസ കൊടുക്കണം. വീട്ടിലാണെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ അവിടെ വരുന്നത് എന്താ വെച്ചാൽ ടച്ചാണ് വരുന്നത്. നമ്മുടെ കൈയിൻ്റെ ഉൾവശം ഭയങ്കര റഫായിരിക്കും. അവിടെ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ വളരെ സ്മൂത്തായി കിട്ടും. അതാണ് ചെറിയ കുട്ടികളെ അവരുടെ കൈയും കാലൊക്കെ ഒഴിയുമ്പോൾ ഓയിൽ എണ്ണ ഉപയോഗിക്കുന്നത് വളരെ സ്മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ലവ് ഏത് രീതിയിൽ പ്രകടിപ്പിക്കാൻ പറ്റുമോ അത്രയും നല്ല രീതിയിൽ നല്ല ഓയിലാക്കി മാറ്റി വീട്ടിലെ ഫ്രിക്ഷൻസ് ഒഴിവാക്കാമെന്നാണ്. അടുത്ത സാധനമാണ് അസോസിയേഷൻസ്. അസോസിയേഷൻ പറഞ്ഞാൽ എന്താ? രണ്ടുപേരും കൃത്യമായി കോപ്പറേഷൻ നടത്തുക. നമ്മൾ 5 ലാംഗ്വേജ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഈ 5 ലാംഗ്വേജ് ഇതെല്ലാം അസോസിയേഷൻ വന്ന് അവിടെ എല്ലാം വന്നോടും. ഒന്നെന്താ, ആദ്യം റെസ്പെക്റ്റ് വരുമ്പോൾ എന്താ, കമ്മ്യൂണിക്കേഷൻ വന്നു. കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് സംസാരിക്കുന്നു. ആ സംസാരിക്കുമ്പോൾ എന്താ വേണ്ടതെന്ന് രണ്ടുപേർക്കും കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അത് വരുമ്പോൾ ഇവർ തമ്മിലുള്ള കൃത്യമായ ഒരു കോപ്പറേഷൻ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ കോപ്പറേഷൻ എന്താ, അത് ഏത് ഏരിയയിലും നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ 5 ലാംഗ്വേജിൽ പറയുന്നുണ്ട് ഗിഫ്റ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ക്വാളിറ്റി ടൈം കൊടുക്കാം. ഈ ക്വാളിറ്റി ടൈം എന്ന് കൊടുക്കുന്നത് അത് ആ ക്വാളിറ്റി ടൈമിന്റെ സമയത്ത് നമ്മുടെ കയ്യിൽ വേറെ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഒരു ഇലക്ട്രോണിക് മീഡിയാസും കയ്യിലുണ്ടാവാൻ പാടില്ല. കമ്മ്യൂണിക്കേഷനിൽ സൈലൻസും വളരെ റിസൾട്ട് കിട്ടുന്നതാണ്. ദിവസവും വേണമെങ്കിൽ മിനിമം 7 മിനിറ്റ് പരസ്പരം കണ്ണു നോക്കി ഒന്നും സംസാരിക്കാതിരിക്കാം. അതും ഒരു കമ്മ്യൂണിക്കേഷനാണ്. അതേപോലെ ഇവർക്ക് രണ്ടുപേർക്കും വീണ്ടും സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് പുറമേയുള്ള ശബ്ദങ്ങൾ ലിസൺ ചെയ്യും. 7 മിനിറ്റ് തന്നെ അവർ രണ്ടുപേരും പുറമേയുള്ള ശബ്ദങ്ങൾ ലിസൺ ചെയ്യും. അതേപോലെ ഒരു കാഴ്ച. ഇതെല്ലാം ഇവർ ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അനാവശ്യമായി ഉണ്ടാകുന്ന ഈഗോ ഇല്ലാതെ പൊക്കോളും. അപ്പൊ കമ്മ്യൂണിക്കേഷനിൽ മരുന്ന് സൈലൻസ് മതി ഇതും ക്ലിനിക്കിൽ കൊടുക്കുമ്പോൾ അവരോട് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിപ്പോവും. ഇറങ്ങിപ്പോയിട്ട് പറയും 7 മിനിറ്റ് കഴിഞ്ഞാൽ വരാം. വരുമ്പോൾ ഡോർമൽ നോക്ക് ചെയ്യുന്ന രീതി പറഞ്ഞു. ഇതുപോലെ നോക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് എക്സ്റ്റെൻഡ് ചെയ്യണം എന്ന് തോന്നിയാൽ പ്ലീസ് പറയാൻ പറയും. അവിടെ ശരീരത്തിൽ തൊടാൻ പാടില്ല, ശബ്ദം പുറത്തു വരും. കാരണം ഞാൻ പുറത്തു പോകുമ്പോൾ ഇതുപോലെ ശബ്ദം വന്നാൽ ആൾക്കാർ ഓടി വരും അത് ഒഴിവാക്കാനായിട്ട്. കാരണം ഇവരാണ് വാതിലുള്ളത് ലോക്ക് ചെയ്യും. ആ 7 മിനിറ്റ് കഴിഞ്ഞിട്ട് വാതിലുമേൽ നോക്ക് ചെയ്യുമ്പോൾ ചില വ്യക്തികൾ പ്ലീസ് എന്ന് പറയാറുണ്ട്. വീണ്ടും ഒരു 7 മിനിറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ആ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്ത് വീണ്ടും വന്ന് വാതിൽ തുറക്കുമ്പോൾ ഇവരിന്ന് കരയുണ്ടാവും. കാരണം അന്ന് അവർ ശരിക്കും കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഇതുപോലെ പ്രശ്നം വന്നിട്ട് ഇവർ രണ്ടുപേരും ക്ലിനിക്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ രണ്ടുപേരും മൊബൈൽ ഓഫ് ചെയ്യും. പിന്നെ രണ്ടുപേരും പരസ്പരം കാണുന്നത് പിന്നത്തെ ആഴ്ച ക്ലിനിക്കിൽ വരുമ്പോഴാണ്. അപ്പൊ ഇവർക്ക് ഈ മെത്തേഡ് കൊടുത്തപ്പോൾ ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. കണ്ണ് നോക്കിയിരിക്കല്ല,
എന്നെ ഫോൺ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഒരിക്കലും വിളിക്കാൻ പാടില്ല. എന്നെ വിളിക്കുന്ന സമയത്ത് ബിസി ആണെങ്കിൽ ഒരിക്കലും വിളിക്കാൻ പാടില്ല. അതുപോലെ ഹസ്ബൻഡ് വൈഫിന്റെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ വന്നാൽ ഹസ്ബൻഡിനെ നിർബന്ധിച്ച് കൊണ്ടുപോകാൻ പാടില്ല. എൻ്റെ വീട്ടിൽ ഫംഗ്ഷൻ വന്ന് നിനക്ക് വേണമെങ്കിൽ വരാം, വേണമെങ്കിൽ വരാതിരിക്കാം, നിന്റെ തീരുമാനം, ഞാൻ ജോയിൻ ചെയ്യില്ല. ഇതിനെക്കുറിച്ചാണ് അവർ റൂൾസ് ഉണ്ടാക്കുകയായിരുന്നു. അവരോട് സൈലൻസാ പറഞ്ഞത്, പക്ഷെ ആ സൈലൻസ് അവർ പോയിട്ട് വയലൻസ് മാറിയത്. അപ്പൊ അവിടെ യാതൊരു വക കോപ്പറേഷനും നടക്കുന്നില്ല. അടുത്ത സാധനമാണ് ട്രസ്റ്റ്. ഇത് ഇന്ന് രാവിലെ കുറച്ച് പേർക്ക് ഞാൻ അയച്ചൊരു വാട്സപ്പ് മെസ്സേജിന്റെ ഒരു കട്ടിംഗ് ആണ്. 2 pillars ആർ എ സ്ട്രോങ് റിലേഷൻഷിപ്പ്. ആ ട്രസ്റ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷം മതി പരസ്പരം ഡെവലപ്പ് ചെയ്ത ട്രസ്റ്റ് തകർന്നു പോകാനായിട്ട്. ഡെവലപ്പ് ചെയ്യാനാണെങ്കിൽ ഒരുപാട് വർഷം വേണം. കാരണം രണ്ടുപേരും വിശ്വസിക്കണം പരസ്പരം. ആ രണ്ടുപേരും പരസ്പരം വിശ്വസിച്ചിട്ട് ക്രിയേറ്റ് ചെയ്ത ട്രസ്റ്റിനെ ഒരു സെക്കൻഡ് കൊണ്ട് നമുക്കത് നഷ്ടപ്പെടുത്താനും പറ്റും. അപ്പൊ ട്രസ്റ്റ് ഉണ്ടാക്കുക എന്നത് വളരെ എക്സ്പെൻസീവ് ആണ്. മാറ്റർ ഓഫ് സെക്കൻഡ്സ് ഉണ്ടെങ്കിൽ അതിനെ നഷ്ടപ്പെടുത്താനും സാധിക്കും. അപ്പൊ അവിടെയും പിന്നെ ട്രസ്റ്റ് വന്നെന്താ, ഈ നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായ എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞു അവര്. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് വരുന്ന ക്ലയൻസിന്റെ മുന്നിൽ ഞങ്ങൾ കൊടുക്കേണ്ട സാധനം ട്രസ്റ്റ് ആണ്. ഒന്ന്, നിങ്ങൾ പറയുന്ന ഒരു വസ്തുക്കളും പുറത്തറിയുന്നില്ല. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടാനുള്ള വഴികൾ പറഞ്ഞു തരാൻ സാധിക്കും. ഈ വക ട്രസ്റ്റ് അവർക്ക് കിട്ടിയാലാണ് അവർ കൃത്യമായിട്ട് ഓപ്പൺ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അവരൊന്നും സംസാരിക്കില്ല. അപ്പൊ നമ്മൾ ട്രസ്റ്റ് ഉണ്ടാക്കുക എന്നതാണ് ഇവിടെ ചെയ്യേണ്ട ഏറ്റവും നല്ല കാര്യം. അപ്പൊ പരസ്പരം ഈ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന സമയത്ത് ഇപ്പൊ ഇവിടെ ട്രസ്റ്റിൽ പോകണ അടുത്ത പ്രശ്നം എന്താ വെച്ചാൽ, ഒന്ന് അവരുടെ മൊബൈലായിരിക്കും. രണ്ടുപേരും മൊബൈല് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എൻ്റെ മൊബൈൽ തൊടാൻ പാടില്ല, അടുത്ത ആൾ പറയും. കാരണം എന്തെങ്കിലും നിധി അതിലുണ്ടായിരിക്കും. ആ നിധി ഉള്ളതുകൊണ്ടാണ് മറ്റൊരു കാണാൻ പാടില്ല പറയണത്. അപ്പൊ അവിടെ രണ്ടുപേരും കൃത്യമായിട്ട് ഓപ്പൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വക പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ രണ്ടുപേർക്കും പരസ്പരം ട്രസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മൾ ഉണ്ടാക്കണം. ഇത് കഴിഞ്ഞ് വന്ന ഇൻസ്പിറേഷനാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ പൊസിഷനിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തത് ആരാ? ഇപ്പോഴത്തെ പൊസിഷനിൽ എത്തിപ്പെടാനായിട്ട് നിങ്ങളെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തത് ആരാണ്? എന്നെ എൻ്റെ വൈഫാണ് സാറേ. ആ, എന്നെ വൈഫാണ് ഇൻസ്പയർ ചെയ്തത്. അതിനു മുമ്പ് എന്താ തോന്നിയേക്കണേ? എന്റെ ടീച്ചേഴ്സ് ആയിരുന്നു. ടീച്ചേഴ്സ്. ഓക്കെ, ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പാരൻസ് ആയി മാറി. കാരണം നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ വീട് കഴിഞ്ഞാൽ കൂടുതൽ സമയം നമ്മളെ ചെലവഴിക്കുന്നത് ടീച്ചേഴ്സിന്റെ കൂടെയാണ്. അതുകൊണ്ട് ടീച്ചേഴ്സ് നമ്മൾ സെക്കൻഡ് പാരൻസ് എന്നും പറയാറുണ്ട്. ബാക്കിയുള്ളവരോ? ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ജസ്റ്റ് ഫണ്ണായിട്ട് എടുത്താൽ മതി. ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇൻസ്പയർ ചെയ്ത് മഹാത്മാഗാന്ധിയാ പറഞ്ഞു. ആള് ധരിക്കുന്നത് അത്രയും വില കൂടിയ ഡ്രസ്സും, ഈ പറഞ്ഞ വ്യക്തി യാത്ര ചെയ്യുന്നത് ബെൻസ് കാറിലും. എന്താണ് ഇത് തമ്മിലുള്ള സാമ്യം ചോദിച്ചു. എല്ലാവരും പറയണ പോലെ ഞാൻ പറഞ്ഞതാ പറഞ്ഞു. അതായത് ശരിക്കും നമ്മുടെ ലൈഫുമായിട്ട് ഈ വ്യക്തി വന്നതുകൊണ്ട് എൻ്റെ ലൈഫിൽ കുറെ മാറ്റങ്ങൾ വന്നു, അല്ലെങ്കിൽ ഞാൻ പുതിയൊരു ലെവൽ എത്തി എന്ന് തോന്നുന്ന ആരെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? കാരണം അവരുടെ ഒരു കാര്യം ഇൻസ്പയർ ചെയ്തിട്ടാണ് ഇതിൽ വന്നത്. അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? പുതിയ പാർട്ടിസിപ്പൻസ് ഒക്കെ ഒന്ന് പറയൂ. ആർക്കാണെങ്കിൽ മൈക്ക് അൺമ്യൂട്ട് ചെയ്യാം. സർ, എന്നെ ഇൻസ്പയർ ചെയ്ത് ഒരുപാട് മഹാത്മാക്കളുടെ പുസ്തകമൊക്കെ വായിച്ചിട്ടാണ് ഒരുപാട് കഴിവുകൾ വളർത്തിയെടുക്കാൻ കഴിയുമെന്ന് സ്വയം എൻ്റെ ഒരു ആത്മാഭിമാനം തന്നെയാണ് എന്നെ ഇത്രയും ഒരു എനിക്ക് നല്ലൊരു വിശ്വാസമുണ്ട് ഞാൻ ആരൊക്കെയോ എത്തിയിരുന്നില്ല. അതെന്നെ പുസ്തക വായനയിൽ കൂടി എനിക്ക് കിട്ടിയ
ഞാൻ വലിയ വലിയ ഇപ്പൊ വിവേകാനന്ദനായിക്കോട്ടെ, ഇങ്ങനെയുള്ള ശ്രീധാരണ ഇവരുടെ വാക്കുകൾ ഒരുപാട് സമയം വായിക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ കിട്ടിയാണ്. മറ്റാരും ചെറുപ്പകാലത്ത് ടീച്ചേഴ്സ് ചെയ്തിട്ടുണ്ട്, പിന്നെ ആരും എന്നെ അങ്ങനെ നമ്മളിപ്പോ ചെറുപ്പകാലത്ത് പാരന്റ്സ് ടീച്ചേഴ്സ് ഒക്കെ പറയും. പക്ഷെ നമ്മളൊരു പ്രൊഫഷൻ എത്തിക്കഴിഞ്ഞാൽ എന്നിട്ടാണ് നമ്മൾ ലൈഫ് സെലക്ട് ചെയ്ത് വരുമ്പോൾ അവിടെ പല വ്യക്തികള് നല്ലവണ്ണം ഇൻസ്പയറേഷൻ വരുന്നുണ്ട്. ബാക്കിയുള്ളവരെ സാറിപ്പോ ഇങ്ങനെ ഒരു പേര് മാത്രമായിട്ട് പറയാൻ പറ്റില്ല. നമുക്കിപ്പോ ഫാമിലി ലൈഫ് നോക്കുവാണെങ്കിൽ എന്റെ ഒരു കസിനും ഉണ്ട്. അപ്പൊ അതേ രീതിയിൽ പോകണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. അതേപോലെ ഇപ്പം എന്റെ പ്രൊഫഷൻ ഞാൻ സൈക്കോളജി സ്റ്റുഡന്റ് ആണ്. എനിക്ക് മിടുക്കി എന്നൊരു പ്രോഗ്രാമില് അതിനകത്ത് ജഡ്ജ് ശൈലേഷ്യ മാമിനെ കണ്ടിട്ടായിരുന്നു എനിക്ക് സൈക്കോളജിയിലേക്ക് വരണം എന്നുള്ളൊരു ആഗ്രഹം വന്നത്, സൊസൈറ്റിക്ക് സെർവ് ചെയ്യണം എന്നുള്ളത്. അതേപോലെ തന്നെ ഇവിടെ എംഹാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ഉണ്ട് കോഴിക്കോട്. അവരെ കണ്ടുകൊണ്ട് എനിക്ക് സോഷ്യൽ സർവീസ് ചെയ്യണം. അതേപോലെ തന്നെ ഞാൻ ചെയ്യുന്ന ഇതൊരു പ്രവൃത്തി ആയി കഴിഞ്ഞാലും സൊസൈറ്റിക്ക് ഉപകാരപ്പെടണം എന്നുള്ളൊരു, അതുകൊണ്ട് എനിക്ക് പല പല കാര്യങ്ങളിലും എനിക്ക് പലരാണ് ഇൻസ്പിറേഷൻ. എനിക്ക് അങ്ങനെ ഒരാളുടെ പേര് മാത്രമായിട്ട് എടുത്തു പറയാൻ പറ്റുന്നില്ല. എല്ലാ മണ്ടേയും ഞാൻ മറ്റേ എംഹാറ്റിന്റെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ. ആണോ? എവിടെയാണ് സർ? അവിടെ ഒരു MIHMS കണ്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. എംഹാറ്റിന് തൊട്ട് മുമ്പ് ഒരു ഹോമിയോ ക്ലിനിക് ഉണ്ട്. ഓക്കെ, വേറെ ആരെങ്കിലും? ഹലോ സാറേ. എനിക്ക് ഇൻസ്പിറേഷൻ കിട്ടിയത് എന്റെ സുഹൃത്തുക്കളാണ്. അപ്പൊ അവരുടെ നിർദ്ദേശം ഇൻസ്പിറേഷൻ ഒക്കെ കൊണ്ടാണ് ഞാൻ അധ്യാപകനായിരുന്നു, റിട്ടയർഡ് ആണ്. ഇപ്പൊ ഈ സൈക്കോളജി പഠിക്കുന്നുണ്ട്. അപ്പൊ ഇത്ര വരെ എത്തിയത് അവരുടെ ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു എനിക്ക് ആദ്യം പ്രചോദനമായിട്ടുള്ളത്. എനിക്ക് ഇൻസ്പിറേഷൻ രാജീവാണ്. എനിക്ക് ഇൻസ്പിറേഷൻ കിട്ടിയത് ആദ്യം ജോലി കിട്ടിയ സ്ഥാപനത്തിലെ ഒരു മാർക്കറ്റിംഗ് മാനേജർ ആയിരുന്നു. അദ്ദേഹത്തെ പോലെ IIM-ൽ നിന്ന് വന്ന അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തെ പോലെ എനിക്കും അത്രയെങ്കിലും അല്ലെങ്കിലും ഒരു പ്രൊഫഷണൽ ആകണം എന്നുള്ള ഒരു ചിന്ത വന്നത് അങ്ങനെ അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ മനസ്സിലാക്കിയ. സാറേ, ഈ നെഗറ്റീവ് ആയിട്ടുള്ള ചില കമന്റുകൾ, ഫോർ എക്സാമ്പിൾ ഈ ചില ആൾക്കാർ ജീവിതത്തിൽ വളർന്നു വന്നിരിക്കുന്നത് അവരുടെ ചെറുപ്പകാലത്തെ പേരൻസിന്റെയും ടീച്ചേഴ്സിന്റെയും ഒക്കെയുള്ള വളരെ മോശമായിട്ടുള്ള പെരുമാറ്റങ്ങൾ, അവരോട് നീ ഒന്നിനും കൊള്ളുകയല്ല, നീ ഒരു കഴുതയാണ് എന്നൊക്കെ പറഞ്ഞു വന്നിട്ടുള്ള കുട്ടികളെ അവര് റിവെഞ്ച് ആയിട്ട് എനിക്ക് കാണാൻ പറ്റും എന്നുള്ള രീതിയിൽ ആ ഒരു നെഗറ്റീവ് ഇൻസ്പിറേഷനിൽ അവര് വലിയ നിലയിലെത്തിയവര് എനിക്കറിയാം. അതുകൊണ്ട് പക്ഷെ നമ്മളിവിടെ ഇൻസ്പയർ ചെയ്യുമ്പോ പറഞ്ഞോളൂ. സാറേ, ഞാൻ ഈ സൈക്കോളജി ഫീൽഡിലോട്ട് ഞാൻ വണ്ടിമലായത് കൊണ്ടാണ് ഞാൻ നിർത്തിയിട്ട് ഇത് കേട്ടപ്പോ ഓക്കെ സാർ. അപ്പൊ എന്റെ സൈക്കോളജി ഫീൽഡിലോട്ട് വന്നാല് എനിക്ക് ഈ ഒത്തിരി ഞാൻ പല ഇതിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്പിറേഷൻ തന്നെ സാർ തന്നെയാണ്. കാരണം ഞാൻ തളിപ്പറമ്പ് അവിടെ വന്ന് സാറിന്റെ ഗസ്റ്റാൾട്ട് തെറാപ്പി, പിന്നെ ടീച്ചർ മെത്തേഡ്, ഇങ്ങനത്തെ ഇതിലൊക്കെ ഞാൻ നല്ലവണ്ണം പഠിച്ചു. അതിന്റെ ശേഷമാണ്, അതുവരെ ഞാൻ പല തെറാപ്പികളിലൊക്കെ പോയിട്ട് എനിക്ക് ഇത്ര ഇത് കിട്ടിയിരുന്നില്ല, എനിക്ക് വേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ പറ്റിയിരുന്നില്ല. പക്ഷെ അതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് സാറിന്റെ അടുത്ത് വന്നതിന്റെ ശേഷമാണ്. അപ്പോ അത് ഞാൻ സാറോട് പ്രത്യേകമായിട്ട് പറയാണ്. അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ സാറ്, നമ്മുടെ ഈ ഇതിലെ സാബു സാറുടെ ഇതിലുണ്ടായിരുന്ന CBT ഇത് കിട്ടിയതിന്റെ ശേഷമാണ് എനിക്ക് ഇപ്പൊ ഞാൻ എന്തോ ആയി എന്നുള്ളൊരു തോന്നൽ വരെ എനിക്ക് വന്നത്. അതിനു മുമ്പ് ഒരുപാട് ഞാൻ പോയിട്ടുണ്ട്, അതിലൊന്നും എനിക്ക് ഇത്ര ഇത് കിട്ടിയിരുന്നില്ല. അത് ഞാൻ വളരെയധികം ഈ മീറ്റിംഗ് സംഘടിപ്പിച്ച സാബു സാറോടും പിന്നെ സാറോടൊക്കെ ഞാൻ നന്ദി പറയാം. ഇനി ആരെങ്കിലും ഉണ്ടോ? ഷെയർ ചെയ്യണ്ടോ? ഇപ്പൊ
എൻ്റെ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ 2004 വരെ വർക്ക് ചെയ്യുന്നത് ഇലക്ട്രോണിക് ഫീൽഡായിരുന്നു. ലാസ്റ്റ് വർക്ക് ചെയ്യുന്നത് ടാറ്റ ടെലിഫോൺസിലാണ്. അതിനുശേഷം ഒരു ബുക്ക് ഫീൽഡിലേക്ക് മാറി. വൈഫിൻ്റെ കസിന് ബുക്ക് ഷോപ്പ് ഉണ്ട്. അവരെന്നോട് തൃശ്ശൂർ സൈഡിലൊക്കെ നോക്കാൻ പറഞ്ഞ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇവിടെ ഒരു ടിഎയുടെ നാഷണൽ കോൺഫറൻസ് വന്നപ്പോൾ അവിടെ ഞാൻ ഒരു കൗണ്ടർ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് എനിക്കൊരു പുസ്തകം കിട്ടി, തലയിലെഴുത്ത് തിരുത്താമെന്ന് പറഞ്ഞു. ട്രാൻസാക്ഷൻ അനാലിസിസിലുള്ള ഒരു പുസ്തകമാണ്. ആ പുസ്തകം എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പിറേഷൻ നടത്തിയിട്ടുണ്ട്. ഞാൻ ഈ ഫീൽഡുമായിട്ട് പറയണത് അതിൻ്റെ കൂടെ ഒരു 3 ഗുരുനാഥന്മാരെ കിട്ടി. അതിലിപ്പോൾ 2 പേരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ട്. ഒരു സാറ് മരിച്ചു. അതായത് ആ തലയിലെഴുത്ത് തിരുത്താമെന്ന പുസ്തകം എഴുതിയ സെബാസ്റ്റ്യൻ സാറായിരുന്നു എൻ്റെ ഒരു ഗുരുനാഥൻ. ഈ 3 പേരെ ഞാൻ കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ, ഇപ്പോൾ സെബാസ്റ്റ്യൻ സാറാണ് ആദ്യം എനിക്ക് ഈ ഫീൽഡിലേക്ക് വരാനുള്ളൊരു പ്രചോദനം കിട്ടിയത്. അതിനുശേഷം 2 പേരെ വീണ്ടും കണ്ടുമുട്ടി. ഇവരെ ഞാൻ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇന്ന് കേരളത്തിൽ മറ്റുള്ള സൈക്കോളജി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പോകുന്ന പോലെ, ആ പുഴ ഒഴുകുന്ന പോലെ ഞാൻ അതിൽ പോകും. വേറൊന്നും പറ്റുണ്ടാവില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു തൃശ്ശൂർ ഒരു സിസ്റ്ററെ കണ്ടുമുട്ടുകയും അതേപോലെ കോയമ്പത്തൂർ ഒരു സാറിനെയും കണ്ടുമുട്ടി. ഇവർ 2 പേരും ഇപ്പോൾ ഇടതും വലതും എന്ന രീതിയിലുണ്ട്. അതുകൊണ്ട് ഈ ഫീൽഡുമായി ബന്ധപ്പെട്ട് എന്ത് കൺഫ്യൂഷൻ വന്നാലും ഒരു ഫോണിന്റെ ഡിസ്റ്റൻസിൽ അവരുണ്ട് എന്നാണ്. അപ്പോൾ അവരുടെ ഓരോ വാക്കുകൾ എനിക്ക് അത്രയും ഇൻസ്പിറേഷൻ കിട്ടാറുണ്ട്. ഇപ്പൊ ചില കേസുകൾ വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഭയങ്കര കൺഫ്യൂഷൻ വരാറുണ്ട്. അതായത് ഏത് കേസ് വന്നാലും പുതിയതാണ്. ചിലപ്പോൾ അവർ വിളിച്ചു പറയും നാളെ ഇങ്ങനെ വരുന്നുണ്ട്, ഇതാണ് ഇഷ്യൂ എന്ന് പറയുമ്പോൾ ഞാൻ ചിലപ്പോൾ സാറായിട്ട് സംസാരിക്കുമ്പോൾ സാറിനോട് പറയും ഇതാണ് ഏജ്, ഞാൻ നാളെ കണ്ടിട്ടില്ല, എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ആണ്, ഇതാണ് ഏജ്, ഇതാണ് ഒരു പറഞ്ഞ പ്രശ്നം, ഞാൻ ഇതാണ് ഫോളോ ചെയ്യാൻ പോകുന്നത്, ഇതിലെന്തെങ്കിലും മാറ്റം വേണമെന്നാണ് ചോദിക്കുക. ഞാൻ എന്താ ചെയ്യാൻ പോണേന്നാണ്. അല്ലെ സാറ് മുഴുവൻ പറഞ്ഞു തരണമെന്നല്ല, സ്പൂൺ ഫീഡിങ് ഒരിക്കലും കിട്ടില്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോണേന്നാണ് ആദ്യം അറിയേണ്ടത്. ആ പറയുന്ന സാധനത്തിൽ എവിടെയാണോ മാറ്റം വരുത്തേണ്ടതെന്നാണ്. സാറ് നീ ഇന്ന പോലെ ചെയ്തതെന്ന് പറഞ്ഞു. അതവിടെ 100% റിസൾട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കൂടുതലും ബിഹേവിയർ തെറാപ്പി ഫോക്കസ് ചെയ്യണത്. ആ ബിഹേവിയർ തെറാപ്പി ഫോക്കസ് ചെയ്യുന്ന ഗുണം എന്താ വെച്ചാൽ വരുന്ന ക്ലയൻസിന് കൊടുക്കുന്നതിനോട് പറയുന്ന മെത്തേഡ് കൃത്യമായിട്ട് അവർ ഫോളോ ചെയ്യുകയാണെങ്കിൽ വിത്തിൻ 21 ഡേയ്സിനുള്ളിൽ ഈ പ്രോബ്ലം മാറ്റാൻ സാധിക്കും. ഇപ്പോൾ മറ്റന്നാൾ വരാൻ ഒരു കേസ് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ആള് OCD ആണ്. ഞാൻ ആളോട് OCD പറഞ്ഞില്ല. ആളുടെ പ്രശ്നം എന്താ വെച്ചാൽ സോഷ്യൽ മീഡിയാസിൽ ഓരോരുത്തർക്കും മെസ്സേജ് അയക്കുകയാണ്. അത് പ്രത്യേകിച്ചും ലേഡീസിനാണ് സെക്ഷൽ മെസ്സേജാണ് അയക്കുന്നത്. അത് എത്ര നിർത്താൻ നോക്കിയാലും നിർത്താൻ പറ്റില്ല. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. അത് നമുക്ക് സിമ്പിളായിട്ട് നിർത്തിരാന്ന് പറഞ്ഞു. കാരണം അവിടെ ഈ തോട്ട്സ് വരുമ്പോൾ അവർക്ക് ആങ്സൈറ്റി വരും. അപ്പൊ ഞാൻ സാറിനോട് പറഞ്ഞു ഇങ്ങനെ കേസ് വന്നിട്ടുണ്ട്, ഇതാണ് ചെയ്യാൻ പോകുന്നേ പറഞ്ഞു. ഇത്ര തന്നെ ചെയ്താൽ മതി പറഞ്ഞു. കാരണം ആ പറയുന്ന സബ്ജക്റ്റ് അത്രയും ഇതാണ്. ഇപ്പൊ അതേപോലെ ഉലാൻ സാർ ചിലപ്പോൾ വിളിച്ച് പറയും ഇങ്ങനെ ഒരു കേസ് വന്നാൽ എന്താ ചെയ്യണത്. ഞാൻ ചിലപ്പോൾ കേസ് കണ്ടിട്ടില്ല, സാറ് പറഞ്ഞ സാധനത്തിനെ കുറിച്ചാണ് സാറിനോട് അത് അങ്ങനെ ചെയ്താൽ മതി പറയാറുണ്ട്. അപ്പൊ ഇതൊക്കെ ആ കേസുമായി ഡിസ്കഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ ഫീൽഡിൽ നമുക്ക് എത്രകൊണ്ട് ഡെഡിക്കേഷൻ ഉണ്ട്, ആ ഡെഡിക്കേഷൻ നമുക്ക് ശരിക്ക് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ കിട്ടും. ഇത് എൻ്റെ സ്വന്തം അനുഭവമാണ് ഞാൻ പറഞ്ഞത്. ജയൻ സാറെ ഒരു വാക്ക് പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ. എനിക്ക് എൻ്റെ കയ്യിൽ വരുന്ന കേസിൽ പരമാവധി എൻ്റെതായ രീതിയിലൊക്കെ ഒന്ന് ചിന്തിക്കുമെങ്കിലും എൻ്റെ ഉള്ളിൽ ആ ക്ലയന്റിന് അത് 100% ആയിരിക്കണം എന്നൊരാഗ്രഹം വരും. അപ്പോഴാണ് ജയൻ സാറിനെ വിളിക്കുക. സാർ ഞാൻ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ മനസ്സിൽ കണ്ടിട്ടുള്ളത്, അത് മതിയോ? സാറ് പറയും ഒന്നുകിൽ പോരാ, അല്ലെങ്കിൽ ഒരു ചെറിയ ഡൈവേർഷൻ. അതെനിക്ക് തരുന്ന ആത്മധൈര്യം വളരെ വലുതാണ്. എനിക്ക് അങ്ങനെ ചോദിക്കാൻ ഒരു ഗുരുനാഥൻ ഇല്ലെങ്കിൽ ഞാൻ ആരോട് ചോദിക്കും? ഞാൻ പ്രയോഗിക്കും. ചിലപ്പോൾ അയാൾ എനിക്ക് നല്ല തെറിയായിരിക്കും തരുന്നത്, എനിക്ക് കിട്ടുന്നത്. അപ്പൊ അത് ഒഴിവാക്കി എനിക്ക് എൻ്റെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുക. സാറ് തുടക്കത്തിൽ ചോദിച്ചു ഇൻസ്പിറേഷൻ എന്താണ്. എനിക്ക് സൈക്കോളജിയിലേക്ക് വരാനുള്ള എൻ്റെ ഇൻസ്പിറേഷൻ അഖില കേരള ബാലജനസഖ്യം മലയാള മനോരമയാണ്. അവിടെയുള്ള കുട്ടികളുമായിട്ട് അവരെയും കൊണ്ട് നടക്കുമ്പോൾ 50 കുട്ടികളുടെ ഗ്രൂപ്പിലാണ് ഞാൻ ലീഡറായി പോകുന്നതെങ്കിൽ ഞാൻ അവിടുത്തെ രക്ഷാധികാരിയാണ്. അന്ന് 10 വർഷക്കാലം രക്ഷാധികാരിയായിരുന്നു. കുട്ടികളോടൊപ്പം ആയിരക്കണക്കിന് കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്തു. അപ്പോഴൊക്കെ ചെന്ന് അവസാനിക്കുന്നത് ആ കുട്ടികളുടെ ദുഃഖം
വിഷമം അത് സ്വന്തം കുടുംബത്തിലാണ്. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇവിടെ സൈക്കോളജി പഠിക്കാതെ അവരെ എനിക്ക് കറക്റ്റ് ചെയ്യാൻ ഒക്കില്ല, പേരൻസിനെ കറക്റ്റ് ചെയ്യാൻ ഒക്കില്ല. ഞാൻ അവസാനം ചെന്നുപെട്ടത് ഈ പാരന്റിങ്ങും കുടുംബവും ആത്മബന്ധങ്ങളും ഒക്കെ പഠിപ്പിക്കുന്ന എൻ്റെ ജയൻ സാറിൻ്റെ അടുത്താണ്. ഇന്ന് ഞാൻ വളരെയേറെ സന്തോഷവാനാണ്. കാരണം അന്ന് ഞാൻ ആഗ്രഹിച്ചു, എൻ്റെ ഇൻസ്പിറേഷൻ, എൻ്റെ പാഷൻ ഇതാണെന്ന് അന്ന് മനസ്സിലാക്കിയിരുന്നു. ഉദ്യോഗം കഴിഞ്ഞതിന് ശേഷമാണ് അതിന്, എൻ്റെ റിട്ടയർമെന്റിന് ശേഷമാണ് എനിക്കത് കഴിയുന്നത്. കാരണം അത് നിയമപരമായ പ്രശ്നമാണ്. എനിക്കിന്ന് 2 കൈ വീശി നടക്കാൻ ധൈര്യമുണ്ടാക്കിയത് ഈ ഒരു സിറ്റുവേഷനാണ്. അന്ന് ഞാൻ കൊടുത്ത സൗകര്യങ്ങൾ പറഞ്ഞു കൊടുത്ത കുട്ടികൾ ഇന്ന് വലിയ നിലയിലുണ്ട്. അവരുടെ നാട്ടിൽ വരുമ്പോൾ എന്നെ വിളിക്കും. സാർ അന്ന് തന്ന ആ ഒരു ചെറിയ മോട്ടിവേഷനാണ് എന്നെ ഈ സ്റ്റേജിൽ എത്തിച്ചത്. അവരുടെ പേരൻസിനെയും കൂട്ടി വരാറുണ്ട്. അതൊക്കെ ഇങ്ങനെയുള്ള ഒരു തെറപ്പിസ്റ്റിനോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനോ കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്മാനങ്ങളാണ് എന്നാണ് ഞാൻ പറയുന്നത്. താങ്ക് യു സാർ. ഇൻസ്പിറേഷൻ എന്താണെന്ന് ചോദിച്ച് അവസാനം പറയാൻ കാത്തിരുന്നതാണ്. ഓക്കെ സാർ, താങ്ക് യു. പക്ഷെ ഇപ്പൊ ഏറ്റവും സങ്കടം തോന്നുന്ന അവസ്ഥ എങ്കിൽ ഇപ്പൊ ഈ കൗൺസിലിംഗ് ഫീൽഡിലിരിക്കുന്ന ആൾക്കാർ കൂടുതലും വാച്ച്മാൻസ് ആണ്. 44ാമത്തെ മിനിറ്റ് നമ്മൾക്ക് വാച്ച് നോക്കി പറയാൻ തുടങ്ങി ഇനി അടുത്ത സെഷൻ ആവുമെന്ന്. ഇപ്പൊ നാളൊരു സെഷനിൽ ഒരാൾ എന്നെ വിളിച്ചു ചോദിച്ചു, ഒരു ഇഷ്യൂ ഉണ്ട്, ആളുടെ അടുത്ത് ഏകദേശം 12 സിറ്റിംഗ് കഴിഞ്ഞു, ഇനി എന്താ ചെയ്യേണ്ടതെന്നാണ്. ഈ 12 സിറ്റിങ്ങിൽ നിങ്ങൾ എന്താ ചെയ്തത് ചോദിച്ചേ, ആള് പറയണത് മുഴുവൻ കേട്ടിരിക്കുന്നു. 12 സിറ്റിംഗ് ആണ്. കാരണം ഈ വരുന്ന ഓരോ വ്യക്തികളും അവര് കുറച്ച് പ്രതീക്ഷയായിട്ട് വരികയാണ്, എന്തെങ്കിലും ഒരു സമാധാനം കിട്ടുന്നുള്ളത്. അതിനെ നമ്മൾ തെറ്റായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പാടില്ല. എല്ലാവർക്കും ജീവിക്കാൻ പൈസ വേണം, ഞാൻ സമ്മതിച്ചു. പക്ഷെ പൈസക്കായിട്ട് ഇത് വർക്ക് ചെയ്യാൻ പല സ്ഥലത്തും എനിക്ക് അനുഭവം കിട്ടാറുണ്ട്. അതേപോലെ ചില ആൾക്കാർ ചോദിക്കും, നിങ്ങൾ എത്ര സിറ്റിംഗ് എടുക്കാറ്? ഈ എത്ര സിറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് സിറ്റിംഗ് എടുക്കാൻ. ഞാൻ പറയാം, എനിക്ക് 2 സിറ്റിംഗ് ആവശ്യമുള്ളൂ. അത് ചില ആൾക്കാർ ഞങ്ങൾ ഒന്നുകൂടി വരട്ടെ ചോദിക്കാറുണ്ട്. വന്നോട്ടെ, എല്ലാ കേസിനല്ല, ചില കേസ് വ്യത്യാസം വരും. അപ്പോൾ ആ 2 സിറ്റിംഗ് 21 ദിവസം എന്ന് പറയുന്നത്, ഇപ്പൊ എൻ്റെ അടുത്ത് ഒരു ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ അവരൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഇത്ര ദിവസം കഴിഞ്ഞ് വിളിക്കാൻ പറയും. ആ വിളിക്കുമ്പോൾ അവരുടെ വോയിസ് മോഡുലേഷൻ എന്താണെന്ന് പറയാൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. നമുക്ക് തിരിച്ചറിയണം അവര് വ്യത്യാസം വന്നിട്ടുണ്ടോ അതോ പഴയ അവസ്ഥയാണോ. അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുകയാണെങ്കിൽ അതിനെന്താ, നമുക്ക് ഇതിനോട് വേണ്ട ഡെഡിക്കേഷനാണ്. ആ ഡെഡിക്കേഷൻ വരുമ്പോൾ ഇതുപോലെ കുറെ ആൾക്കാർ ഒപ്പം ഉണ്ടെങ്കിൽ ഇത് നല്ല ഇൻസ്പിറേഷനാണ്. ഇപ്പൊ നമുക്ക് ഫ്രണ്ട്സിനെ ഡെവലപ്പ് ചെയ്യാം. ആ ഫ്രണ്ട്സ് സർക്കിളിനെ കൊണ്ടുനടക്കാനും പ്രശ്നമില്ല. പക്ഷെ ഇപ്പോ ഇത്രയും കാലത്ത് ഇതില് സൈക്കോളജി ഫീൽഡിൽ ഫ്രണ്ട്ഷിപ്പിനെ കൊണ്ടുനടക്കാൻ ഇത്തിരി പ്രശ്നമാണ്. കാരണം എനിക്കല്ല, മറ്റുള്ളവർക്ക് ആവശ്യമായിട്ടുള്ള ഈഗോ വരികയാണ്. ഇയാളുടെ അടുത്ത് എതിരെ ഞാൻ പറയണേ, ഇയാൾ ആരാ എന്നോട് ചോദിക്കാന്നാണ്. അനാവശ്യമായ ഒരു ഈഗോ ആണ്. കാരണം അതുകൊണ്ട് അവർക്കാണ് നഷ്ടം വരുന്നത്. അപ്പോൾ ആ ആവശ്യമില്ലാത്ത ഈഗോകളെ കളഞ്ഞ് കൃത്യമായ കാര്യങ്ങളൊക്കെ നമുക്ക് ആരോടൊക്കെ ഡിസ്കസ് ചെയ്യാൻ പറ്റി ഡിസ്കസ് ചെയ്യുക. അതാണ് നമുക്ക് ഇൻഫർമേഷൻ കൂട്ടാനുള്ള ഏറ്റവും നല്ല വഴി. ഇപ്പൊ എനിക്ക് വന്ന കേസ് ഞാൻ വേറൊരാളോട് പറയുമ്പോൾ അവരുടെ ഒരു ഒപ്പീനിയൻ കിട്ടി. ആ ഒപ്പീനിയൻ എൻ്റെ ഒപ്പീനിയൻ തമ്മിലുള്ള വ്യത്യാസം കിട്ടി. 2 പേർക്ക് പുതിയ ഇൻഫർമേഷൻ കിട്ടി, പുതിയ അറിവാണ് പറഞ്ഞത്. 2 പേര് അഭിപ്രായമാണ്. അപ്പൊ അവിടെയൊക്കെ നമുക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഇൻസ്പയർ ചെയ്യാം. ഇത് ഫാമിലിയിൽ വരുമ്പോൾ ഇവർ കൃത്യമായിട്ട് ഇൻസ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ഒരിക്കലും അപ്പുറത്തെ വീട്ടിലേക്ക് കണ്ണു പോകാൻ പാടില്ല. അപ്പുറത്തെ വീട്ടിൽ നോക്കിയിട്ടാണ് പോകണമെങ്കിൽ അവിടെ നിന്നും അടി ഉണ്ടാവുള്ളൂ. അപ്പൊ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത സാധനം ഒബ്ലിഗേഷൻ ആണ്. ഈ ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി ആണ്. ഇനി നമുക്ക് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടാണ് വിചാരിക്കുക. നമ്മുടെ അസുഖങ്ങൾ 10% ഫിസിക്കലും 90% സൈക്കോസൊമാറ്റിക്കും. ഒരു വ്യക്തിക്ക് ഈ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഷോൾഡർ പെയിൻ ഫീൽ ചെയ്യും. ഇപ്പൊ ഏറ്റവും നല്ല എക്സാമ്പിൾ പറഞ്ഞുതരാം. വീട്ടിൽ ചെറിയ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണം എങ്ങനെയാ? പണ്ട് കാലത്ത് അമ്മയോ മുത്തശ്ശിമാരോ കഥ പറഞ്ഞാണ് ഭക്ഷണം കൊടുത്തിരുന്നത്. ഇന്ന് ആ സാധനം മൊബൈൽ ഏറ്റെടുത്തു, കാർട്ടൂൺ ചാനലാണ്. കാരണം കുട്ടിയെ അത്ര എടുത്തിരിക്കാൻ എനിക്ക് നേരമില്ല. ഒരു അമ്മയാവുക എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റിയാണ്. ആ റെസ്പോൺസിബിലിറ്റി അവര് ഏറ്റെടുക്കാൻ തയ്യാറാവുന്നില്ല. ഇപ്പൊ ഫീഡിങ് ആയിക്കോട്ടെ,
ആ ഫീഡിങ്ങിൽ ഏകദേശം 2.5 വയസ്സ് വരെ കുട്ടിക്ക് ഫീഡിങ് കൊടുക്കണം. ഈ ഫീഡിങ് ചെയ്യുന്ന സമയത്ത് അമ്മ ചിന്തിക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, എൻ്റെ കുട്ടി പാല് കുടിക്കുന്നു എന്ന്. അല്ല ഇത് കഴിഞ്ഞിട്ട് വേണം അടുക്കളയിൽ കയറാമെന്നല്ല, അവിടെ റെസ്പോൺസിബിലിറ്റി വേണം. അപ്പൊ എല്ലാ ലൈഫിലെ കൃത്യമായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്താൽ ഈ റെസ്പോൺസിബിലിറ്റി ഒക്കെ കൃത്യമായിട്ട് നമുക്ക് കൊണ്ട് മുന്നോട്ട് നല്ല രീതിയിൽ പോകാനും സാധിക്കും. അടുത്ത സാധനമാണ് നെഗോസിയേഷൻ. ആ നെഗോസിയേഷൻ എങ്ങനെയാ വരുന്നത്? നമ്മളിപ്പോ ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിലും ആദ്യം സംസാരിച്ച് കൃത്യമായി ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് ഉറപ്പായാൽ മാത്രമാണ് ഞാൻ എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നുള്ളൂ. ആ എഗ്രിമെന്റ് സൈൻ ചെയ്യണമെങ്കിൽ എന്താ, അവിടെയും വേണം കൃത്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. അവിടെ പറയുമ്പോൾ യാതൊരു മറയും കൂടാതെ കാര്യങ്ങൾ പറയണം, കൃത്യമായിട്ട് തന്നെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. അതാ പറഞ്ഞ് രണ്ടുപേർക്കും ആ സംസാരിക്കുമ്പോൾ രണ്ടുപേരും കേട്ടാൽ മതി, മൂന്നാമതൊരു വ്യക്തി കേൾക്കുന്ന സമയത്ത് മാത്രം കേട്ടാൽ മതി. പിന്നെ ചെയ്യുന്നത് വീട്ടിലെ ബഡ്ജറ്റ് ഉണ്ടാക്കുമ്പോൾ ആ ബഡ്ജറ്റ് ഒരിക്കലും ബെഡ്റൂമിലല്ല ഉണ്ടാക്കേണ്ടത്. ആ ബഡ്ജറ്റ് ഉണ്ടാക്കുമ്പോൾ മക്കളെ ഒപ്പം ഇരുത്തണം. ആ മക്കളെ ഒപ്പം ഇരുത്തിയിട്ട് ബഡ്ജറ്റ് ഉണ്ടാക്കുമ്പോൾ ഒരു മാസത്തെ വരുമാനം എത്രയാണെന്നും ആ വരുമാനത്തിൽ നിന്ന് എത്ര ചെലവ് വരുന്നുണ്ടെന്നും അവർക്ക് ബോധ്യമാവും. അവർക്ക് ബോധ്യമായി കഴിഞ്ഞാൽ അവരെന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ആ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അവർ തന്നെ സ്വയം തീരുമാനിക്കും, ഇത് ആവശ്യമുള്ളതാണോ, അത്യാവശ്യമുള്ളതാണോ, അനാവശ്യമുള്ളതാണോ എന്ന്. ആവശ്യമുള്ളതാണ് നമുക്ക് വേണം, അത്യാവശ്യമുള്ളതാണ് നമുക്ക് വേണം, അനാവശ്യമാണെങ്കിൽ നമുക്ക് വേണ്ട എന്ന് തീരുമാനിക്കാനും അവർക്ക് സാധിക്കും. അപ്പോൾ ഈ ബെസ്റ്റ് നെഗോസിയേഷൻ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ഈ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ, ഈ രണ്ടുപേര് തമ്മിൽ സംസാരിക്കുമ്പോൾ ആ വ്യക്തി എന്താണ് സംസാരിക്കണേ എന്ന് കേൾക്കാനല്ല നമ്മൾ ഇരിക്കുന്നത്, എൻ്റെ മറുപടി അതിന് മുമ്പ് പോകണമെന്നാണ്. അതാണ് കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ കഴിഞ്ഞ വർഷം മലപ്പുറത്തൊരു ഓഫ്ലൈൻ ക്ലാസ് എടുക്കാൻ വിളിച്ചു. ഞാനും ഉലാൻ സാറ് കൂടെ പോയത്. ഞങ്ങളവിടെ KSRTC സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയിട്ട് ഓപ്പോസിറ്റ് ഷോപ്പിൽ ചെന്നിട്ട് ചോദിച്ചു, ഇന്ന ഓഡിറ്റോറിയത്തിലേക്ക് പോകേണ്ട വഴി മുഴുവനാക്കില്ല, നീ നേരെ പൊക്കോന്നാ പറഞ്ഞത്. കാരണം നമ്മൾ എന്താ പറയാൻ പോണേന്ന് ആ കടക്കാരൻ കേൾക്കാൻ നേരമില്ല. അതിനു മുമ്പ് ആള് മറുപടി ആ വഴി പൊക്കോളാനാ പറഞ്ഞത്. എത്ര പോണം, എങ്ങനെ പോണം, ആ വഴി പൊക്കോ. അപ്പോൾ അവിടെ കമ്മ്യൂണിക്കേഷൻ എന്താ വേണ്ടത്, കൃത്യമായിട്ട് കേട്ടിരിക്കാൻ തയ്യാറാവണം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആ മിസ്അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇതാണ് ആ റിലേഷൻ എന്ന വാക്കിൽ ഞാൻ ഉദ്ദേശിച്ചത്. റെസ്പെക്ട് ചെയ്യണം, എക്സ്പെക്ടേഷൻ, ലവ്, അസോസിയേഷൻ, ട്രസ്റ്റ്, ഇൻസ്പിറേഷൻ, ഒബ്ലിഗേഷൻ ആൻഡ് നെഗോസിയേഷൻ. ഇതാണ് ഞാനിതിൽ നിന്ന് കണ്ടെത്തിയൊരു റിലേഷൻ. ഇനി ഇങ്ങനെയാവുമ്പോൾ എ വൈഫ് ഈസ് എ പില്ലർ നോട്ട് എ പഞ്ചിങ് ബാഗ്. ഒരിക്കലും ഇടികൂടാനുള്ള വസ്തുവല്ല വൈഫ്. എ വൈഫ് ഈസ് എ ഹെൽപ്പിംഗ് മെയ്ഡ് നോട്ട് എ ഹൗസ് മെയ്ഡ്. അവിടെ എന്താ, രണ്ടുപേരും ഒന്നിച്ച് വർക്ക് ചെയ്യണം. എ വൈഫ് ഈസ് എ ട്രഷർ, അടിമയല്ല. ഇതാ പറഞ്ഞ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആർ ലൈക്ക് എ റിലേഷൻഷിപ്പ് ഓഫ് ടോം ആൻഡ് ജെറി. ടോം ആൻഡ് ജെറി എങ്ങനെയാ, ഇവരെപ്പോൾ നോക്കിയാലും വഴക്കുണ്ടാക്കും. എത്ര വഴക്കുണ്ടാക്കിയാലും ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരം അവർ രണ്ടുപേരും ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഇതാണ് ടോം ആൻഡ് ജെറിയുടെ പ്രത്യേകത. അവരേത് വീഡിയോ എടുത്ത് നോക്കിയാലും കാണാം അവർ വഴക്കുണ്ടാക്കണമെന്ന്, പക്ഷെ ഇവർ രണ്ടുപേരും അതിലുണ്ടാവും. അതേപോലെ തന്നെ ആയിരിക്കണം പാർട്ട്ണർ. ഇതല്ലെങ്കിൽ ഇപ്പൊ മിക്കവാറും വീടുകളിൽ കണ്ടെത്തണം എന്താ, വൈഫ് എന്ന് ഹസ്ബൻഡ് പറഞ്ഞ എന്താ, ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ഹൗസിങ്, അണ്ടർസ്റ്റാൻഡിങ്, ഷെയറിങ്, ബൈയിങ് ആൻഡ് നെവർ ഡിമാൻഡിങ്. വൈഫ് എന്ന് പറഞ്ഞാൽ വാഷിംഗ്, അയണിങ്, ഫുഡ് ആൻഡ് എന്റർടൈൻമെന്റ്. ഈ ലെവലാണ് പോകുന്നത്. ഈ ലെവലാണ് പോണെങ്കിൽ ഒരിക്കലും ഫാദർ ആൻഡ് മദർ ഐ ലവ് യു എന്ന രീതിയിൽ ഫാമിലി വരില്ല. ഇത് കൃത്യമായിട്ട് വരുത്തണമെങ്കിൽ നമ്മൾ ഓരോ വ്യക്തികളും ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങൾ. ഒന്ന് സ്നേഹം, നേട്ടം, അംഗീകാരമാണ്. അതിനുവേണ്ടിയാണ് എല്ലാ മനുഷ്യരും ആ നെട്ടോട്ട് ഓടണതും. ഇത് ഫാമിലി ലൈഫിൽ വരുമ്പോൾ ചെറിയൊരു വ്യത്യാസം വരും. ഒന്ന് ഫുഡ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഫിസിക്കൽ റിലേഷൻ, സെക്ഷൽ ലൈഫ്. ഫുഡ് എന്ന് പറഞ്ഞാൽ പരസ്പരം ഹൃദയത്തിലേക്ക് കയറാനുള്ള ഏറ്റവും നല്ല എളുപ്പ വഴിയാണ്. അവിടെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ എല്ലാ ദിവസവും ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ പരസ്പരം അവർ തമ്മിൽ ഡിസ്കസ് ചെയ്യണം, നാളെ നമുക്ക് എന്ത് ഫുഡ് ഉണ്ടാക്കാമെന്നാണ്. അവിടെ ഞാനല്ല ചോദിക്കുക, കാരണം കല്യാണം കഴിഞ്ഞാൽ ഞാൻ നമ്മളായി മാറും. അതുകൊണ്ട് നാളെ നമുക്ക് എന്ത് ഭക്ഷണം ഉണ്ടാക്കാമെന്നാണ്.
ഇപ്പൊ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഒരു ഫാമിലി വന്നിരുന്നു കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട്. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് വന്നപ്പോൾ എന്താ ഡൈവേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ആദ്യം ഒരു കൗൺസിലിംഗ് പോവുക പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചത്. കല്യാണം കഴിഞ്ഞ് 15 വർഷമായി. ഇപ്പൊ ഹസ്ബൻഡ് പറയണ കുറ്റങ്ങൾ എന്താ വെച്ചാൽ ഇത്രയും കാലമായിട്ട് എനിക്ക് ഇഷ്ടമുള്ള ഒരു ഫുഡ് ഉണ്ടാക്കി തന്നിട്ടില്ല. രണ്ടാമത് ഞാൻ ജോലി ചെയ്ത് വരുമ്പോൾ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ചായ വേണ്ടേ കുടിച്ചോളൂ എന്ന് പറഞ്ഞ് എനിക്കിതുവരെ തന്നിട്ടില്ല. അതിന് പകരം പറഞ്ഞിട്ടുണ്ട് കസേര അവിടെ മേശപ്പുറത്തിരിക്കുന്ന വേണമെങ്കിൽ പോയി കുടിച്ചോ, ഞാനാരും ഇവിടുത്തെ വേലക്കാരനാണോ. മൂന്നാമത് പറഞ്ഞത് ഇത്രയും കാലത്തിനിടയിൽ എന്നെ ഇക്കാന്ന് വിളിച്ചിട്ടില്ല. ഇതാണ് ഇവർക്ക് പ്രോബ്ലം. അവിടെ കമ്മ്യൂണിക്കേഷൻ ഇല്ല. കാരണം എന്നിട്ട് വൈഫിനോട് ചോദിച്ചു, ഹസ്ബൻഡിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് അത് ചോദിച്ചു. ആളെന്തും കഴിക്കും, ഒരു പരാതിയും പറയാറില്ല എന്നുള്ളത്. വീട്ടിൽ എന്ത് ഭക്ഷണം കഴിച്ച് പരാതി പറയാത്ത ആരറിയോ? ഒന്ന് ആലോചിച്ച് നോക്കിയേക്കോ. വീട്ടിൽ എന്ത് ഫുഡ് കൊടുത്താലും കഴിച്ചിട്ട് പരാതി പറയാത്ത ഒരേ ഒരു വ്യക്തിയുള്ളൂ, പട്ടി ആയിരിക്കും. മൃഗങ്ങളാണ്. അവർക്ക് പരാതിയില്ല, അവർ വേണമെങ്കിൽ കഴിക്കില്ലെങ്കിൽ കഴിക്കാതെ മാറിക്കിടക്കും. അപ്പൊ വൈഫ് ഇവരെ കണ്ടെത്തിയത് അത്ര പ്രാധാന്യം കൊടുത്തിട്ടുള്ളൂ. അപ്പൊ അവിടെ ഞാൻ എന്ന വാക്ക് നമ്മളായി മാറുമ്പോഴാണ് മാരേജിന്റെ അർത്ഥം വരുള്ളൂ. രണ്ടാമത് കമ്മ്യൂണിക്കേഷൻ, നേരത്തെ പറഞ്ഞത് തന്നെയാണ്. രണ്ടുപേരും പരസ്പരം സംസാരിച്ചിരിക്കണം, രണ്ടുപേർക്കും പറയാൻ അവസരം കൊടുക്കണം, രണ്ടുപേർക്കും കേൾക്കാൻ അവസരം കൊടുക്കണം. ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ മൂന്നാമതൊരാൾ കേൾക്കാൻ പാടുള്ളൂ. മൂന്നാമത്തെ സെക്ഷൽ റിലേഷൻ ആണ് ഇത്. ഹസ്ബൻഡും വൈഫും കൂടി ഒന്നിച്ച് ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആഴ്ചയിൽ മാക്സിമം 2 പ്രാവശ്യം, മിനിമം 1 പ്രാവശ്യം. ഈ ഫിസിക്കൽ റിലേഷൻ എന്ന് പറയുന്നത് സുഖിക്കാനോ കുട്ടി ഉണ്ടാക്കാനോ അല്ല, ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കൂടുവാനും രണ്ടാമത് ടെൻഷൻ കുറയാനാണ്. ഇവർ രണ്ടുപേരും കൃത്യമായി പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ശരീരത്തിൽ കുറച്ച് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ടാവുന്നുണ്ട്. ഒന്ന് ഓക്സിറ്റോക്സിൻ, ഒന്ന് ഡോപ്പാമൈൻ. ഓക്സിറ്റോക്സിൻ ഇവർ തമ്മിലുള്ള അടുപ്പം കൂട്ടിത്തരും, ഡോപ്പാമൈൻ ഹാപ്പിനെസ് കൂട്ടിത്തരും. ഇത് രണ്ടുപേരും പെർഫോം ചെയ്താൽ അവിടെ വരുന്ന റിലാക്സേഷനാണ്. ആ റിലാക്സേഷൻ കൃത്യമായിട്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ പുരുഷൻ വേഗം ഉറങ്ങിയിരിക്കും, സ്ത്രീക്ക് പെട്ടെന്ന് ഉറക്കും. കാരണം രണ്ടുപേരും ശാരീരിക അവസ്ഥതാണ്. അപ്പോൾ ഇവിടെ അത് കൃത്യമായിട്ട് നടന്നു കഴിഞ്ഞാൽ ഒരുപാട് അസ്വസ്ഥതകൾ നമുക്ക് ഒഴിവാക്കാം. ഇനിയിപ്പോ ഹസ്ബൻഡ് നാട്ടിലെ ഗൾഫിലാണ് ജോലി ചെയ്യണമെങ്കിൽ നാട്ടിൽ വന്ന ആദ്യത്തെ 10 ദിവസം ഡെയിലി പറയാറുണ്ട്, അത് കഴിഞ്ഞിട്ട് വീക്കിലി ട്വൈസ് എന്ന രീതിയിൽ ഇതാക്കാണ്. ഇതിലും ഒരുപാട് ഡിസോർഡേഴ്സ് വരാറുണ്ട്. ഇവിടെ ഇപ്പോൾ ഭക്ഷണം കൃത്യമായിട്ട് കിട്ടിയില്ലെങ്കിൽ ഹോട്ടലിനെ ആശ്രയിക്കാം, അല്ലെങ്കിൽ പുറമെ പോയിട്ട് ഭക്ഷണങ്ങൾ കഴിക്കാം. കമ്മ്യൂണിക്കേഷൻ കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ രണ്ട് പേര് അപരിചിതരായിട്ടൊരു വീട്ടിൽ താമസിക്കുന്നുണ്ടാവും. അവരെ നടുക്കിലൊരു മതിൽ പണിത പോലെ ഒരു സ്റ്റോൺ വാളിംഗ് ഉണ്ടായിരിക്കും. ഈ സ്റ്റോൺ വാളിംഗ് വരുമ്പോൾ ഇവർ തമ്മിൽ യാതൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല. ഒരു ഘട്ടത്തിൽ അത് ഫ്ലഡിങ് വരും. ആ ഫ്ലഡിങ് വരുമ്പോൾ മിക്കവാറും ലേഡി ക്യാരക്ടറാണ് അവിടുന്ന് പുറത്തു പോവുക. അവർ പുറത്തു പോയി സ്വന്തം വീട്ടിലെത്തി കഴിഞ്ഞാൽ ഉടൻ പറയും, നിനക്കത്ര പ്രായമൊന്നും ആയിട്ടില്ല, നമുക്ക് രണ്ടാമത് കല്യാണം ആലോചിക്കാവുന്നതാണ്, ഇപ്പോഴത്തെ കാലത്ത് സെക്കൻഡ് മാരേജ് പറഞ്ഞാൽ മോശമൊന്നുമല്ല. അങ്ങനെ പറഞ്ഞ് സൈക്കോളജിക്കൽ ഡൈവേഴ്സ് അവിടെ ഉണ്ടാക്കും. ആ സൈക്കോളജിക്കൽ ഡൈവേഴ്സ് വന്ന് അവർ നേരെ ലീഗൽ ഡൈവേഴ്സിന് പോകും. ചിലപ്പോൾ ഈ ഒരു ഡൈവേഴ്സ് നടത്തിയിട്ട് ഇവർ രണ്ടാമത് മാരേജ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തേക്കാ പ്രശ്നമായിരിക്കും അതുണ്ടാവുക. അപ്പൊ വീണ്ടും അവർക്ക് ചിന്ത വരും, ഇതിനേക്കാൾ നല്ലത് ആദ്യത്തെ ആയിരുന്നു. അപ്പൊ അവിടെ കമ്മ്യൂണിക്കേഷനിൽ കൃത്യമായിട്ട് ഇത് കൊടുത്തിരിക്കണം. രണ്ടാമത് കണ്ടിരുന്നത് എന്താ വെച്ചാൽ, ഇപ്പോഴത്തെ കമ്മ്യൂണിറ്റിയിൽ ആൾക്കാർ ഇമോഷൻ ഇംബാലൻസിൻ്റെ ഇല്ല. അവർക്ക് ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ സ്ട്രക്ചർ ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞ ഏരിയ വരും. ഈ സ്ട്രക്ചർ ഓഫ് മൈൻഡ് പറഞ്ഞാൽ മനസ്സിന്റെ സ്ട്രക്ചർ അല്ല. ഈ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് അമ്മയും കുട്ടിയും കൂടി കളിക്കാറുണ്ട്. ആ കളിക്കുമ്പോൾ ചിലപ്പോൾ ഒരു പാൻ എടുത്തിട്ട് ഹലോ എന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട്. അല്ലെങ്കിൽ കിലുക്കൻ സിനിമയിൽ രേവതി മോഹൻലാൽ നമ്മൾ ആലോചിച്ചാൽ മതി, ആ സോപ്പ് വെട്ടി അല്ലെങ്കിൽ ടോതി പിടിച്ച് ഹലോ പറയണത്. ഇത് ഫോണല്ല എന്ന് രണ്ടുപേർക്ക് അറിയാം. പക്ഷെ ഇത് കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സ്ട്രക്ചർ ഓഫ് മൈൻഡ് വരുമ്പോൾ സീരിയസ് ആവേണ്ട സമയത്ത് സീരിയസ് ആവാനും കോമഡി ആവേണ്ട സമയത്ത് കോമഡി ആവാനും സാധിക്കും.
അപ്പൊ അത്രയും ആ പ്രാധാന്യം അനുസരിച്ച് അവർക്ക് പെരുമാറാൻ സാധിക്കും. ഇപ്പൊ ഇവിടെ കല്യാണം കഴിഞ്ഞ് പുതിയ വീട്ടിൽ എത്തി പുതിയൊരു അന്തരീക്ഷമായിട്ട് പൊരുത്തപ്പെട്ട് വരുമ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസം പുതുമോടിയായിട്ട് നടക്കണ്ടാവും. അത് കഴിഞ്ഞ് പതുക്കെ അടുക്കളയിൽ ഇവർ കയറി അമ്മായിയമ്മയെ സഹായിക്കാൻ തുടങ്ങുമ്പോൾ അറിയാതെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസോ സ്പൂണോ നിലത്ത് വീണ് വിചാരിക്കാം. മിക്കവാറും അവിടുന്ന് കിട്ടുന്ന ആൻസർ വളരെ സാവധാനത്തിൽ ചെയ്താൽ മതി എന്നാണ്. ഇത് പറയും ഓൺ ദ സ്പോട്ട് സ്വന്തം വീട്ടിൽ ഫോൺ ചെല്ലും, എന്നിട്ട് പറയും എൻ്റെ കയ്യിൽ നിന്ന് ഗ്ലാസ് നിലത്ത് വീണു. അപ്പൊ പിന്നെ അമ്മായിമ്മ എന്നല്ലേ പുതിയ കുറെ പേരുകളെ വിളിക്കാം. അപ്പൊ അവിടുന്ന് വരുന്ന മറുപടി എന്താ വെച്ചാൽ, ഞാൻ നിന്നെ അവിടേക്ക് അയച്ചത് അവിടുത്തെ വേലക്കാരി ആവാനല്ല, നീ ഇങ്ങോട്ട് തിരിച്ചു പോകണം. പ്രശ്നം തുടങ്ങി. അപ്പോൾ അമ്മായിമ്മ പോരുണ്ടാവുമ്പോൾ അവിടെ അമ്മായിയമ്മയില് അമ്മായി ഒഴിവാക്കിയാൽ മതി. അപ്പോൾ മരുമകളിലും മാറിക്കോളും. ഇനി സെക്ഷൽ ഫിസിക്കൽ റിലേഷൻ ശരിയായില്ലെങ്കിൽ അവർ പുതിയ ഏരിയ തേടി പോവും. അവിടെ അവർക്ക് പെർഫോമൻസിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അത് പാരനോയായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. എക്സ്ട്രാ മാറ്റ് ലൈഫിനുള്ള വഴികളുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് വളരെ ഈസി ആയിട്ട് മാറ്റാനും അവർ തയ്യാറാണെങ്കിൽ നമുക്ക് മാറ്റാനും സംഭവിക്കാം. ഇനി ഹസ്ബൻഡാണ് പാരനോയ എങ്കിൽ ഹസ്ബൻഡ് പാരനോയാണെങ്കിൽ ഒരിക്കലും കൺസൾട്ടേഷന് വരില്ല. വൈഫ് വരികയാണെങ്കിൽ വൈഫിന് നമുക്ക് വേണ്ട മെത്തേഡുകൾ പറഞ്ഞു കൊടുത്തിട്ട് അത് മാറ്റിയെടുക്കാൻ സാധിക്കാം. അതുപോലെ എക്സ്ട്രാ മാറ്റ് ലൈഫ് ഉണ്ടെങ്കിലും നമുക്കത് മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും ഏരിയാസ് ആണ് ഇതിൽ മെയിനായിട്ട് ഒരു ഫാമിലിയിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇത് കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലെ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുനടക്കാൻ സാധിക്കും. ഫാമിലി എന്താണെന്നും അതിൻ്റെ റിലേഷൻ എന്താണെന്നും കൃത്യമായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാനും സാധിക്കും. ഇത് നേരത്തെ പറഞ്ഞ ആ 3 ദിവസത്തെ ഇന്റർനാഷണൽ വർക്ക്ഷോപ്പിൻ്റെയാണ് ഇമോഷണൽ ഇൻ്റലിജൻസിനെ കുറിച്ച്. ജൂൺ 1 മുതൽ 3 വരെയാണ് നടത്തുന്നത്, വൈകിട്ട് 8 മുതൽ 9 വരെ. ഇതാണ് ആ കിട്ടിയ വീഡിയോയുടെ ഒരു അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയതാണ്. ഇതിൽ പ്രാക്ടിക്കൽ ലെവലൊന്നും വന്നിട്ടില്ല. ഞാൻ പുതിയ രീതിയിൽ മാറ്റിയതാണ്. സാധാരണ ക്ലാസ് എടുക്കുമ്പോൾ പ്രാക്ടിക്കൽസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാറുണ്ട്. ഇതിലവിടെ പ്രാധാന്യം പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് വ്യത്യസ്തമായ രീതിയിൽ ഞാൻ അവതരിപ്പിച്ചത്. അപ്പോൾ നമുക്കിനി എന്തെങ്കിലും സംശയം സംസാരിക്കാം, നോക്കാം. ജോബി സാറേ. യെസ്, നല്ല ഒരു ഫാമിലി ലൈഫിൽ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് സാർ വളരെ കൃത്യമായിട്ട് ഇവിടെ പറയുകയുണ്ടായി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അമ്മയുടെ ജോലിയാണ് ഈ ലോകത്തിലെ ഏറ്റവും സാർ പറഞ്ഞത് ഉദാഹരണത്തിൽ കൂടി പറഞ്ഞ അതാണ്, ഒരു അമ്മയുടെ ജോലിയാണ് ഏറ്റവും വലിയ ജോലി അല്ലെങ്കിൽ ഏറ്റവും കഠിനമായ ജോലി എന്ന് സാർ ഇവിടെ പറഞ്ഞു വെച്ചു. തുടക്കം ആ ഒരു രീതിയിലായിരുന്നു. അതുപോലെ തന്നെ ഫാമിലിയിലെ കമ്മ്യൂണിക്കേഷന്റെ ഇമ്പോർട്ടൻസ്, കോപ്പറേഷന്റെ ഇമ്പോർട്ടൻസ്, കോംപ്രമൈസ്, ഇതൊക്കെ ഫാമിലി ലൈഫിന് എന്തുമാത്രം റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കാൻ ആവശ്യമാണ് എന്ന് പറഞ്ഞു വെച്ചു. മ്യൂച്വൽ ട്രസ്റ്റ്, ഇൻസ്പിറേഷൻ, അങ്ങനെയുള്ള ഒബ്ലിഗേഷൻ, ഇങ്ങനെയുള്ള കുറെ ക്വാളിറ്റീസ് സാർ എടുത്തു പറയുകയുണ്ടായി. ജീവിതത്തിലെ ഒരു നല്ല ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടികളെ നമുക്കറിയാം, ആ കുട്ടികൾ ഒരിക്കലും വഴിതെറ്റി പോകാറില്ല. അപ്പോൾ ആ കുട്ടികൾ വഴിതെറ്റി പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ കുടുംബത്തില് നല്ല ഒരു ഫാമിലി റിലേഷൻഷിപ്പ് പേരൻസ് തമ്മിലുണ്ടാവണം, കുട്ടികൾ തമ്മിലുണ്ടാവണം. ഇതാണ് ഇന്നത്തെ ക്ലാസ്സിന്റെ ആകത്തുക എന്ന് എനിക്ക് തോന്നുന്നു. സാറിന്റെ ഈ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടാകാം പലർക്കും, അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻസ് ഉണ്ടാകാം, അല്ലെങ്കിൽ സ്വന്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം. അതൊക്കെ ഒരു ഫീഡ്ബാക്കിലൂടെ കൊടുക്കേണ്ട സമയമാണ് ഇത്. സാറിന് സ്ട്രോക്ക് കൊടുക്കാനുള്ള സമയമാണ്, അത് മറക്കരുത് എന്ന് പ്രത്യേകം പറയുന്നു. ഓക്കെ, ഓഡിയൻസിലേക്കും ഞാൻ മൈക്ക് കൈമാറുകയാണ്. ആർക്ക് വേണമെങ്കിലും വന്ന് സംസാരിക്കാം. താങ്ക് യു സർ. ഇരുപത്തിയാറ് പേരുണ്ട്, ആർക്ക് വേണമെങ്കിലും സംസാരിക്കാം. ഞാൻ സാറേ, എന്റേതായ വ്യക്തിപരമായ അനുഭവങ്ങളിലും ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ക്ലിനിക്കിൽ വരുന്ന ഫാമിലിയുടെ പരാതികൾ കേട്ടാല്
ചിലപ്പോഴൊക്കെ നമുക്ക് ചിരി വരും. ഈ ചെറിയ LKG UKG കുട്ടികളുടെ പരാതികൾ വെച്ച് ഡൈവോഴ്സിന് വേണ്ടി ഓടി നടക്കുന്നവരാണ്. അവരുടെ പ്രായം 30-ന് താഴെയാണ്. ജീവിത യാഥാർത്ഥ്യങ്ങൾ എവിടെയും എത്താതെ മതി, കിട്ടിയതൊക്കെ മതി, ഇതൊന്നുമല്ല ഞാൻ പ്രതീക്ഷിച്ചത്. അതൊരു ലവ് മാരേജ് ആണെങ്കിൽ പ്രത്യേകിച്ച് ഞാൻ എന്തെല്ലാം അവൾക്ക് വേണ്ടി ത്യജിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഞാൻ എൻ്റെ കയ്യിലുള്ളത് എല്ലാം വിട്ടുകൊടുത്തിട്ടാണ് ഈ മനുഷ്യന്റെ പുറകെ ഇറങ്ങിപ്പോകുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അവരെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഭാര്യ ആരാണെന്ന് ഭാര്യ മനസ്സിലാക്കണം, ഭർത്താവ് ആരാണെന്ന് ഭർത്താവ് മനസ്സിലാക്കണം. എവിടെയാണ് കുടുംബത്തിൽ ഇവരുടെ സ്ഥാനം എന്നുള്ളത് കൂടെ മനസ്സിലാക്കുമ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളിലേക്ക് അവരെത്തുന്നില്ല. സെൽഫ് ഐഡന്റിറ്റി നഷ്ടപ്പെട്ട ഒരു സമൂഹം വളർന്നു വരുന്നു. ഞാൻ ഈ വേദിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ തേങ്ങ കൊടുക്കാൻ പോകുന്നത് ഒരു കുടുംബ കോടതിയുടെ തൊട്ട വരാന്തയിലാണ്. അവിടെയാണ് ആ കട. അവിടെ മുലപ്പാൽ കൊടുത്തുകൊണ്ട് തളർന്നിരിക്കുന്ന അമ്മയുടെ ചിത്രം പലപ്പോഴും കാണാറുണ്ട്. ഭർത്താവ് അവരെ ഉപേക്ഷിക്കുകയാണ്. ഇപ്പൊ വിവാഹമോചനം എന്ന ഈ ഓമന പേരില് ഇമോഷൻസിനെ തകർത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു പറ്റം ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളത് ഫുഡ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് സെക്സ്, ഈ 3 വസ്തുതകളെ കൃത്യമായി ഒന്ന് അനലൈസ് ചെയ്തത്, അത് പരസ്പരം പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു മനസ്സിന്റെ ഉടമയാണ് ഭാര്യയും ഭർത്താവുമെങ്കിൽ കുടുംബ പ്രശ്നങ്ങൾ ഒന്നുമല്ല. ബെഡ്റൂമിനകത്തേക്ക് പോകുന്നതിന് മുമ്പ് ഓരോ ദിവസവും തോന്നിയ പ്രശ്നങ്ങളെ ചൂണ്ടിക്കൊണ്ട് അതിന്റെ ശരിതെറ്റുകളെ അവർ തന്നെ ചർച്ച ചെയ്ത് അത് നള്ളിഫൈ ചെയ്ത് സന്തോഷപൂർവ്വം തൻ്റെ ബെഡ്റൂമിലേക്ക് പോയി നേരം വെളുപ്പിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളിലേക്കൊന്നും വളർച്ചയാവുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്ലയന്റിന്റെ കഥ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. 1.5 ആഴ്ച മുമ്പാണ് അവർ വന്നത്. ഈ ഹസ്ബൻഡ് വളരെ ക്ഷീണിതനാണ്. ഭാര്യയാണെങ്കിൽ ഉറങ്ങിയിട്ട് ദിവസങ്ങളായി. വിഷമിച്ചുകൊണ്ടാണ് വരുന്നത്. എൻ്റെ ഒരു സുഹൃത്ത് അവരെ പറഞ്ഞയച്ചതാണ്. സംസാരിക്കുമ്പോൾ അവർക്ക് പ്രശ്നങ്ങളൊന്നും തോന്നില്ല. ആ കുട്ടിക്ക് എപ്പോഴും ഭയമാണ്. രാത്രി ഞെട്ടി ഉണരുകയാണ്, ഉറക്കമില്ല, ആഹാരം വളരെ മോശം. ഭർത്താവ് വളരെ ക്ഷീണിതനാണ്. പക്ഷെ ഈ ഒരു അസ്വസ്ഥത തുടങ്ങിയിട്ട് 1 മാസമേ ആയുള്ളൂ. രണ്ടുപേരും സെപ്പറേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, സാർ എനിക്ക് ഭയമാണ്. ഇനി ആ ഭയത്തിന്റെ പുറകെ പോയപ്പോഴാണ് അവള് പറഞ്ഞു, ഞാൻ പല ക്ലാസ്സുകൾ കേൾക്കുന്ന ആളാണ്. NLP എന്ന ഒരു ക്ലാസ് ഞാൻ 3 ദിവസം തുടർച്ചയായി 3 മണിക്കൂർ ഞാൻ കേട്ടിട്ടുണ്ട്. ആ ക്ലാസ് എടുത്ത വ്യക്തി വളരെ സുന്ദരനാ സാർ. അത് പറയുമ്പോൾ അവരുടെ മുഖം വികസിക്കുന്ന ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അയാൾ എന്ത് രസമായിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. ആ ക്ലാസ്സിൽ ഞാൻ വീണുപോയി. ഞാൻ ചോദിച്ചു, മോളെ ക്ലാസ്സിൽ വീണോ വ്യക്തിയുടെ വ്യക്തിത്വത്തിൽ വീണോ? അവൾ പതുക്കെ ചിരിച്ചു. ഹസ്ബൻഡില്ല, പുള്ളി പുറത്താണ്. ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് ആ വ്യക്തിത്വം വളരെ ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് പോയിന്റ് കിട്ടി. പക്ഷെ അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവളുടെ ഭർത്താവ് അവൾക്ക് വലിയ മനുഷ്യനാണ്. ഒരു ഇൻഫാക്ച്വേഷൻ വന്ന് കയറിയ അവസ്ഥയാണ്. 5 കിലോ വെയിറ്റ് ആണ് കുറഞ്ഞത് 1.5 മാസം കൊണ്ട്. വ്യാധിയായിപ്പോയി. ഭർത്താവാണ് കൊണ്ടുവരുന്നത്. അയാൾക്കൊന്നും അറിയില്ല. അയാളോട് പലതും ആ കുട്ടിയോട് ചോദിച്ച ആൻസർ പറഞ്ഞില്ല. അവള് പറഞ്ഞു, ഇതാണ് എന്നെ ഭരിക്കുന്നത്, എന്റെ ഭയപ്പാട്. അപ്പൊ ഞാൻ ചോദിച്ചു, രാത്രി എന്താണ് അങ്ങനെ ഞെട്ടി ഉണരാനുള്ള കാരണം? എന്റെ ഭർത്താവ് ഇത് അറിഞ്ഞാലോ, എന്റെ വീട്ടുകാരറിഞ്ഞാലോ എനിക്ക് ജീവിക്കേണ്ട സർ, എനിക്ക് ജീവിക്കേണ്ട. അതാണ് അവളുടെ. ഞാൻ പറയാൻ വന്നത് ഇത്രയേ ഉള്ളൂ. ഏറ്റവും നല്ല ബന്ധമായി നിന്നിരുന്ന ഒരു പെൺകുട്ടിക്ക് ഒരു ഇൻഫാക്ച്വേഷൻ ഉണ്ടാവാൻ 3 മണിക്കൂർ നേരത്തെ ക്ലാസ് മതിയായിരുന്നു. ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, ആ മനുഷ്യൻ ഇതിനെക്കുറിച്ച് അറിയാവോ? ഇല്ല സർ, അയാൾക്ക് അറിയില്ല. പിന്നെ നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താ? എനിക്ക് അറിഞ്ഞൂടെ, എന്റെ തലയിൽ അങ്ങനെയാണ് നിൽക്കുന്നത്. എന്തായാലും ഒരു 2-3 മണിക്കൂർ നേരത്തെ ഇന്ററാക്ഷനിലൂടെ ഏറ്റവും സുന്ദരനും സ്മൂതനുമാണ് സ്വന്തം ഭർത്താവ് എന്ന് ബോധ്യപ്പെടുത്തി
അവർ സന്തോഷത്തോടെ പിരിഞ്ഞു പോവുകയാണ്, ആ റൂമിൽ നിന്ന് പോവുകയാണ് ചെയ്തത്. ഞാനിത് പറയാൻ കാരണം, ഈ ഭർത്താവ് വളരെ സമചിത്തതയോടുകൂടി തൻ്റെ ഭാര്യയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, ഇമോഷണൽ വേരിയേഷൻ ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു സൈക്കോതെറാപ്പിസ്റ്റിന്റെ അടുത്തേക്ക്, ഒരു കൗൺസിലറുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. അതിൽ അയാൾ വിജയിച്ചു. അവിടെ അവസാനം ഈ പെൺകുട്ടിയോട് ഞാൻ ചോദിച്ചു, നിന്റെ ഭർത്താവിന്റെ മുമ്പിൽ നിനക്കിത് പറയാൻ ധൈര്യമുണ്ടോ ഇപ്പോൾ? അവള് പറഞ്ഞു, ഉണ്ട്. എനിക്കൊരു തെറ്റ് പറ്റി, അത് ഞാൻ ക്ഷമ ചോദിക്കുന്നു സാറിന്റെ മുമ്പിൽ വെച്ച്. അദ്ദേഹത്തെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ പുറത്തുള്ള ആളെ വിളിച്ചിട്ട് അവിടെ വെച്ച് അവൾ ആ കാര്യം പറയുകയും അയാളോട് ഞാൻ ചോദിച്ചു, ഈ സ്ത്രീയോട് ക്ഷമിച്ചൂടെ? ഓ സർ, ഞാൻ ക്ഷമിക്കുന്നു, അതുകൊണ്ട് തന്നെയാണല്ലോ, എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു വിഷയമുള്ളത്. ഞാൻ 2-3 മിനിറ്റ് കഴിഞ്ഞ് പറഞ്ഞു, ഞാനൊന്ന് പുറത്ത് ഒരു കപ്പ് ചായ കുടിക്കാൻ ഇറങ്ങുകയാണ്, നിങ്ങൾക്ക് ഞാൻ പോയി വരുന്നതിന് മുമ്പ് ഒരു 2-3 തവണ ഓരോ കിസ് പരസ്പരം കൊടുക്കാൻ പറ്റുമോ, ക്ഷമിച്ചതിനർത്ഥമായിട്ട്? അപ്പൊ ആ പെൺകുട്ടി പറഞ്ഞത്, സാറ് പുറത്തൊന്നും പോകണ്ട, ഞാൻ ആദ്യം കൊടുക്കാം. അയാൾ തിരിച്ചു കൊടുത്തു. ഇത് കഥ പോലെയാണ് ഞാൻ പറഞ്ഞെങ്കിലും ഇത് എത്രയോ പേരുടെ മുൻപിലുള്ള വലിയ പ്രശ്നങ്ങളും വലിയ അമുട്ടുകളുമായി പൊട്ടിത്തെറിക്കുന്ന ഒരു അവസ്ഥയാണ്. ഞാൻ ആദ്യം പറഞ്ഞ ഇത് തന്നെയാണ്, എനിക്ക് എന്നെ അറിയാൻ കഴിയുമ്പോൾ എൻ്റെ കൂടെയുള്ള എൻ്റെ കൗണ്ടർ പാർട്ടിന് അവർക്കറിയാൻ കഴിയും. ക്ഷമിക്കാൻ കഴിഞ്ഞാൽ കുടുംബജീവിതം ഏറ്റവും സുഖകരമായി മുന്നോട്ട് പോകും. ജയൻ സാറിന് വളരെയേറെ നന്ദിയുണ്ട്. കാരണം ഈ കുടുംബങ്ങളെ കുറിച്ചുള്ള ഒരു ഔട്ട്ലൈൻ, ശക്തമായ ഒരു ഔട്ട്ലൈൻ സാറിന്റെ അനുഭവങ്ങളിലൂടെ, ക്ലിനിക്കൽ അനുഭവങ്ങളിലൂടെ കിട്ടുന്നുണ്ട്. അത് കൂട്ടിച്ചേർത്താണ് സാർ ഇവിടെ ക്ലാസ്സുകൾ എടുക്കുന്നത്. വളരെ നന്ദിയുണ്ട് സാർ. ഓക്കെ. ഇപ്പൊ ഈ പറഞ്ഞ കേസിൽ ഇനി ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും ഡിസ്കംഫർട്ട് വന്നു പറഞ്ഞു വെക്കാം, ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും മറ്റേ പയ്യനെ വീണ്ടും ചിന്ത വരുന്നുണ്ട് പറഞ്ഞു വിചാരിക്കുക. രാത്രി ഫിസിക്കൽ റിലേഷൻ നടത്തുന്ന സമയത്ത് ആ പയ്യനെ മനസ്സിലാലോചിച്ച് ഹസ്ബൻഡായിട്ട് റിലേഷൻ നടത്താൻ പറയാം. ആ റിലേഷൻ നടത്തിയിട്ട് ഇവർക്ക് ക്ലൈമാക്സ് വരുന്ന സമയത്ത് കണ്ണു തുറക്കുക. ആരെ കാണുക? സ്വന്തം ഹസ്ബൻഡിന്റെ ഫേസ് കാണാൻ പറ്റും. ഒരു പെൻസിൽ ഉപയോഗിച്ച് ഒരു വര വരച്ച റബ്ബർ കൊണ്ട് ഇത് വേണമെങ്കിൽ മാറ്റാൻ മായും, പക്ഷെ ഈ ഇമോഷൻ മായില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് എന്താ? ഇങ്ങനെ ആലോചിക്കുന്നു, മറ്റയാൾ ആലോചിക്കുന്നു, ഹസ്ബൻഡിന്റെ കൂടെ ഇരിക്കുന്നു. ഇനി അതിൽ ഗിൽറ്റ് വരികയാണെങ്കിൽ ഇതെല്ലാം ക്ലിയർ ആയി കഴിഞ്ഞാൽ എംപ്റ്റി ചെയർ ചെയ്താൽ മതി, അത് ക്ലിയർ ആയിക്കോളും. സാർ ഒന്നുകൂടെ ഉണ്ട്, അവൾ ഉപയോഗിച്ചിരുന്ന സിം വലിച്ചൂരി എടുത്തിട്ട് ആ ടെലിഫോൺ പാടത്തേക്ക്, അതായത് എൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് അവരത് പാടത്തേക്ക് വലിച്ചെറിഞ്ഞു. അത് എന്തിനെ ചോദിച്ചു, ഇനി അതൊരിക്കലും എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. ആ ഒരു യാഥാർത്ഥ്യം അവൾ തുറന്ന് പറയാണ് വളരെയേറെ സന്തോഷത്തോടെ. അപ്പൊ ഞാൻ ചോദിച്ചു, അതിന്റെ സിം എന്ത് ചെയ്യുന്നു ചോദിച്ചു. നീ ഒരു കാര്യം, എനിക്ക് ആ സിം തന്നേക്ക്, നീ അത് കൊണ്ടുപോയി, ആ ഇമോഷൻ കൊണ്ട് പോവണ്ട. ഫസ്റ്റ് 2 തവണ വന്നുള്ളൂ. ആദ്യ തവണ അവള് ചിരിച്ചു കളഞ്ഞില്ല. പക്ഷെ 3 ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ചു വിളിച്ചു പറഞ്ഞു, ഞാൻ ആ സിമ്മില് 6 ടെലിഫോൺ, എൻ്റെ ഭർത്താവിന്റെ അമ്മയുടെ, അമ്മായിയമ്മയുടെ, അങ്ങനെ 1-2 സുഹൃത്തുക്കളുടെ ബാക്കി എല്ലാ കണക്ഷൻസും ഞാൻ കളഞ്ഞു സർ. എനിക്കിപ്പോ ആ സിം കയ്യിരിക്കുന്നതുകൊണ്ട് ഒരു വിഷമമില്ല. പുതിയ ടെലിഫോണിലേക്ക് അത് ഇൻസേർട്ട് ചെയ്തു. അതാണ് അവള് പറഞ്ഞത്. അതായത് മനസ്സിലാക്കി, എനിക്കൊരു ചെറിയ തെറ്റ് പറ്റി എന്ന് മനസ്സിലാക്കി അത് പതുക്കെ നാം പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തു. സാർ ഇപ്പൊ പറഞ്ഞ കാര്യം 100% കറക്റ്റ് ആണ് സാർ. ഞാൻ ആ ട്രയാങ്കിളിനെ കുറിച്ച് പറയാനുള്ള കാര്യവും അത് തന്നെയാണ്. സാർ പറഞ്ഞ ട്രയാങ്കിൾ അത് വളരെ കൃത്യമാണ്. ഫുഡ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് സെക്സ്. ഇതിൽ ഏത് കുറഞ്ഞാലും ബന്ധങ്ങളിൽ വിള്ളലുകൾ സംഭവിക്കും. ഓക്കെ സർ, താങ്ക് യു. സാറേ, ഇതില് എംപി ചെയർ മെത്തേഡ് എങ്ങനെയാണ് ഫലപ്രദമാണ് ഈ ഒരു കേസില്? അല്ല, ഇവർക്ക് ഗിൽറ്റ് വന്നാൽ മാത്രം. ഗിൽറ്റ് വന്നാല് ഓക്കെ, അതാണ് ഇയാളെ ആലോചിച്ച് ചെയ്തതിന് ശേഷം ഞാൻ അങ്ങനെ ചിന്തിച്ചില്ലേ എന്നൊരു കുറ്റബോധം വന്നാൽ മാത്രം ചെയ്യാറ്, ഇല്ലെങ്കിൽ ആവശ്യമില്ല. താങ്ക് യു സർ. ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്നത് ഇതുപോലെ അഫയർ ആയിരുന്നു. അഫയർ ചെയ്ത് കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചപ്പോൾ ഏകദേശം 12 വർഷം. അതിനുമുമ്പ് ഏകദേശം 1.5 വർഷം പ്രണയം പറഞ്ഞ് നടന്നു. പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് കുട്ടി ഇയാളെ വീട്ടിലേക്ക് വിളിച്ചു കയറ്റും. ലാസ്റ്റ് ഇവർ പ്രഗ്നന്റ് ആയപ്പോൾ കുട്ടിയുടെ അമ്മയും ഈ പെൺകുട്ടിയും ഈ പയ്യനും കൂടി പോയി അബോർട്ട് ചെയ്ത് തന്നു.
എന്നിട്ട് എല്ലാവരുടെ മുന്നിൽ വെച്ച് ഒരു കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച് ഇപ്പൊ വീണ്ടും തുടങ്ങി പ്രശ്നങ്ങൾ. അപ്പൊ അവിടെ ഇവർ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഇപ്പൊ ഹസ്ബൻഡ് വേടി ചാടി കൈയോടെ പിടികൂടിയപ്പോൾ ഇയാൾക്ക് നിലനിൽപ്പിന് വേണ്ടി പറഞ്ഞു, എൻ്റേത് തെറ്റുപറ്റി, ഇനി ഒരിക്കലും സംഭവിക്കില്ല, നമുക്കെല്ലാം മറന്ന് ജീവിക്കാമെന്ന് പറഞ്ഞു. പെൺകുട്ടി പറഞ്ഞു, നമുക്ക് ജീവിക്കാം, പക്ഷെ അതിനു മുമ്പ് എനിക്ക് തെറ്റ് ചെയ്യണം. നിങ്ങൾ ജോലിക്ക് പോവും, മക്കൾ സ്കൂളിൽ പോവും, എൻ്റെ മൊബൈലിൽ ഞാൻ വീട്ടിലൊരാളെ വിളിച്ച് കയറ്റും. നിങ്ങൾക്ക് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ? എന്നാ പിന്നെ പടി കയറ്റില്ല എന്നാണ് ഹസ്ബൻഡ്. അപ്പൊ അതിൽ ഏറ്റവും രസം എന്താ വെച്ചാൽ എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ നമ്പർ വേണമെങ്കിൽ തന്നോളൂ, വേണമെങ്കിൽ ഞാൻ വിളിക്കാമെന്ന്. പക്ഷെ ഞാൻ അവിടെ കയറിപ്പോയ നാട്ടുകാരെന്താ ഡോക്ടറല്ലേ ചെല്ലണ്ട, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ, മറ്റൊരു പോയല്ലേ പ്രശ്നമുണ്ടോ? ഞാൻ പറഞ്ഞു എനിക്ക് മൊബൈൽ നമ്പർ ഇല്ല പറഞ്ഞു. കാരണം വിഷയം എന്നായി. കാരണം മൊബൈലുള്ള പ്രത്യേകത എന്താ വെച്ചാൽ, ഒന്ന് ഇമോഷൻ അറിയില്ല, രണ്ടുപേരുടെ ഇമോഷൻ നമുക്ക് കാണുന്നില്ല. സംസാരിക്കുന്നത് മുഴുവൻ മിക്കവാറും രാത്രി സമയങ്ങളിലാണ് കൂടുതൽ സംസാരം. ഈ സംസാരിക്കുന്ന സമയത്ത് മൂളിക്കൊണ്ടിരിക്കും. ഈ മൂളുമ്പോൾ അവരുടെ ഹോർമോൺ വേരിയേഷൻ ഉണ്ടാവും. പിന്നെ വേലിചാട് എളുപ്പമാണ്. ഫോണിന് അത്രയും നല്ല സുഖങ്ങളുണ്ട്. ഇനി അടുത്ത ആൾക്ക് അഞ്ജലി മാം എന്ന് പറയൂ. ഇല്ല. വിജയരബൻ സാറേ? നമസ്കാരം എല്ലാവർക്കും. പറയൂ. വളരെ വിശദമായി തന്നെ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളും അതിന്റെ പരിഹാര മാർഗങ്ങളും ഒക്കെ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. പക്ഷേ കുടുംബം എന്ന് പറയുമ്പോഴത്തേക്കും പ്രശ്നങ്ങളുടെ ഒരു കലവറയാണ് എന്നും, ആ പ്രശ്നങ്ങളുടെ കലവറയിൽ നിന്നുമുള്ള പുറത്തു ചാടൽ ഓരോ വ്യക്തിയുടെ ചാതുര്യത്തിലും അധിഷ്ഠിതമായിരിക്കുന്നു എന്നും കൃത്യമായി നമ്പൂതിരി സാർ ഇവിടെ പറയുകയുണ്ടായി. കാരണം വിഭിന്ന ചിന്താഗതിക്കാരും വിഭിന്ന വികാര വിക്ഷോഭങ്ങളിൽ അടിമപ്പെടുന്നവരും തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പക്കുറവ് കുടുംബത്തിന്റെ ഭദ്രതയെ വിപരീതമായി ബാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പലപ്പോഴും ഹൈലൈറ്റ് ചെയ്യാനായി ശ്രമിച്ചത്. പക്ഷേ ഇതിൽ കൃത്യതയോടുകൂടി ചിന്തിക്കേണ്ട ഒരു കാര്യം, കുടുംബത്തിന്റെ സ്വസ്ഥതയാണ് അന്തിമ ലക്ഷ്യം എങ്കിൽ ഏത് തരത്തിലുള്ള അഭിപ്രായ ഭിന്നതയ്ക്കും ഒരു പരിഹാരം കാണുവാൻ ഉള്ള സാന്ത്വന സ്വഭാവം ഹസ്ബൻഡിനും വൈഫിനും ഉണ്ടായിരുന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഞാൻ പിടിച്ച മുയലിന് 4 കൊമ്പ് എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു കുടുംബത്തിലെ വ്യക്തിക്ക് ഒരിക്കലും സാന്ത്വന സ്വഭാവത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴി സുഗമമായിരിക്കുകയില്ല. അപ്പോൾ വിട്ടുവീഴ്ച എന്നുള്ളത് പരമപ്രധാനമായതും വിട്ടുവീഴ്ചയ്ക്ക് അടിസ്ഥാനപരമായ കാര്യങ്ങൾ കണ്ടെത്താനുള്ള ചതുരത ഓരോരുത്തരിലും ഉണ്ട് എങ്കിൽ കുടുംബജീവിതം എത്രമാത്രം ക്ലിഷ്ടമാണ് എങ്കിലും സാമ്പത്തികമായാലും ശാരീരികമായാലും മാനസികമായാലും പിന്നെ കുറച്ചുകൂടി കടന്നു ചിന്തിച്ച ശാരീരിക ബന്ധങ്ങളിലുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ പോലും വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ കുടുംബജീവിതത്തിന്റെ സ്വസ്ഥത എന്ന് പറയുന്നത് വിട്ടുവീഴ്ച തന്നെയാണ്. ആ വിട്ടുവീഴ്ചയ്ക്ക് കൃത്യമായ അളവുകോൽ അവരവർ തന്നെ കണ്ടെത്തണം. എങ്കിൽ മാത്രമേ വിട്ടുവീഴ്ച അബദ്ധത്തിലേക്ക് ചെന്ന് ചാടാതിരിക്കുകയുള്ളൂ. വേലിചാട്ടവും അബദ്ധങ്ങളിലേക്കുള്ള ചാട്ടവും ഇല്ലാതിരിക്കാൻ കൃത്യതയോടുകൂടി വിട്ടുവീഴ്ച ഏതറ്റം വരെ പോകാം എന്ന് കൃത്യമായി ചിന്തിച്ചതിന് ശേഷം കുടുംബജീവിതത്തെ അലോരസപ്പെടുത്തുന്ന എല്ലാ ചിന്തകളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും മാറി നിൽക്കാനുള്ള സഹിഷ്ണുതയും തത്വദീക്ഷയും ഉണ്ട് എങ്കിൽ കുടുംബജീവിതം സ്വസ്ഥമാക്കാം എന്നുള്ളതാണ് ഇത്രയും നേരത്തെ അങ്ങയുടെ സംഭാഷണത്തിൽ നിന്നും എനിക്ക് ഗ്രഹിക്കാൻ സാധിച്ചത്. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. ബർസ സാറേ?
ബെർസാ സാർ കേൾക്കുന്നുണ്ടോ? അഞ്ജലി മാഡം ഉണ്ടായിരുന്നല്ലോ. അഞ്ജലി മാഡം ഇടയ്ക്ക് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് വേണം. അഞ്ജലി മാഡം. ആൻഡോ സാറേ. ആൻഡോ സാർ. അശ്വതി മാഡം. അശ്വതി മാഡം കേൾക്കുന്നുണ്ടോ? അശ്വതി മാഡം. ഇവരെല്ലാം നല്ല കുടുംബജീവിതം നയിക്കുന്നുണ്ടായിരിക്കും, സംശയങ്ങളൊന്നും ഇല്ല. ഗോപകുമാർ സാറേ, സാർ പറ. നമസ്കാരം. എനിക്ക് ഒരു ചോദ്യം പോലെ ചോദിക്കാനുണ്ട്. സാറ് ഒരു തവണ സാറ് പറഞ്ഞത് ഒരു ഫാമിലിയിലുള്ള ആർക്കും പ്രത്യേകതയില്ല, എല്ലാവർക്കും തുല്യതയാണെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഒരു കുടുംബത്തിലെ ആളുകൾക്ക് ഈ കാര്യങ്ങൾ ഡെയിലി ഉള്ള ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യാനും അത് ഏതൊക്കെ രീതിയിൽ വേണമെന്ന് പറയാനും ഒരാളിനെ നമ്മൾ ചുമതലപ്പെടുത്തേണ്ടതില്ലേ? ഒരു കൺവീനർ അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തമുള്ള ഒരാൾ വേണ്ടേ? അങ്ങനെ ഒരാളിനെ ചുമതലപ്പെടുത്തുന്ന നല്ല രീതിയിൽ വീട്ടിലെല്ലാരും കൂടി ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ അത് തന്നെ വന്നോളും. നീ ഇന്നത് ചെയ്യണം, എനിക്കിത് മാത്രമേ പറയുള്ളൂ എന്നില്ല. അത് കൃത്യമായിട്ട് ഡിസ്കഷൻ നടന്നു കഴിഞ്ഞാൽ അത് കറക്റ്റ് അവിടെ വരും. അപ്പൊ അങ്ങനെ ഒരു സംശയം വന്ന അല്ലാതെ എല്ലാ രീതിയിലും നല്ല ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു ഇന്റർ സ്കൂൾ ക്വിസ് കോമ്പറ്റീഷൻ വന്നു. CBSE, ICSE, സ്റ്റേറ്റ് എല്ലാ സ്കൂളിൽ നിന്നും വരുന്നുണ്ട്. എല്ലാരും വളരെ ടിപ് ടോപ്പ് ആയിട്ടാ പറഞ്ഞ. ഒരു പയ്യൻ സിമ്പിൾ ആയിട്ട് വന്നു. ഒരു പാന്റ്, ഒരു ഷർട്ട് ഇൻസർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ എല്ലാരും ഇവനെ കളിയാക്കാൻ തുടങ്ങി. ഞങ്ങളൊക്കെ ഇവന് വെറുതെ സമയം മെനക്കെടുത്താൻ വരിക എന്നാണ്. ക്യൂസ് കോമ്പറ്റീഷൻ നടന്നപ്പോ ഈ പയ്യൻ ഫസ്റ്റ് വാങ്ങി. ഈ ഫസ്റ്റ് വാങ്ങിയപ്പോ ഇവർ ചോദിച്ചു എന്താണ് ഇതില് ഫസ്റ്റ് കിട്ടാൻ എങ്ങനെയാണ് പരിശ്രമിച്ചതെന്നുള്ളത്. ഇവർ പറഞ്ഞെന്താ വെച്ചാൽ, ഇന്ന് ന്യൂസ് പേപ്പർ വന്നു കഴിഞ്ഞാൽ ഇതിലത്തെ ഓരോ പോർഷൻ വൈകുന്നേരം എല്ലാവരും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യും. ഞാൻ എടുക്കുന്ന ഭാഗം സ്പോർട്സ് ആണെങ്കിൽ അടുത്ത ആൾ അടുത്ത സാധനം എടുത്തു. ഞങ്ങൾ വീട്ടിലെല്ലാവരും കൂടി അരമണിക്കൂർ ഇതിന് കളയും. ഈ സമയമാണ് എനിക്കുള്ള ഇൻഫർമേഷൻ. വേറെ ഒരു പുസ്തകത്തിന്റെ പിന്നാലെയും പോയിട്ടില്ല എന്നാ പറഞ്ഞു. അവിടെ കൃത്യമായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോ നാളത്തെ ഒരു കേസില് അവര് പറഞ്ഞ് എന്താ ഹസ്ബൻഡ് എന്തിനെന്നെ തല്ലിയെ ചോദിക്കണമെന്ന്. ഞാൻ അവിടെ മറുപടി കൊടുത്തു, എന്റെ ജോലി പോലീസിന്റെ അല്ല പറഞ്ഞു. എല്ലാം പല കാരണമുണ്ട്. അത് ഇവര് മെസ്സേജ് അയച്ച കാര്യം അവർ ആളറിയാൻ പാടില്ല. എന്നിട്ട് പറയാ നിങ്ങളുടെ ഫേസ് കാണുമ്പോൾ നിങ്ങൾ വൈഫിനെ തല്ലിയ തോന്നുന്നുണ്ട്, എന്തിനാ തല്ലിയെന്ന്. എന്റെ ജോലി പോലീസിന്റെ അല്ല എന്ന് മാത്രം മെസ്സേജ് കൊടുത്തു. അവര് വരുമോ വരാതിരിക്കും അവരുടെ ഇഷ്ടം. മറ്റല്ലാതെ കുറെ കാര്യങ്ങൾ രണ്ട് രീതിയിൽ കാര്യങ്ങൾ മനസ്സിലായി. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, റോയ് സാറേ. സാറേ, നമ്മുടെ ഗോപകുമാർ സാർ പറഞ്ഞ പോലെ തന്നെ ഈ ഹെഡ് എന്നതിന് പകരം എല്ലാവരും കൂടെ കൂടിച്ചേരുന്നതാണ് കുടുംബത്തിൻ്റെ ഹെഡ് എന്ന് സാർ പറഞ്ഞു. പക്ഷെ നല്ലൊരു കൺസെപ്റ്റാണ്. പക്ഷെ നമ്മളുടെയൊക്കെ ഈ കുടുംബജീവിതത്തിനിടയിൽ ഇപ്പോൾ സാറ് പറഞ്ഞോണ ഒരാളെ ഹെഡാക്കി അല്ലാണ്ട് കൊണ്ടുപോകാൻ വലിയ പാടായിട്ടാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ ഞാൻ ഈ പറയുന്ന ഫാമിലി പ്രശ്നങ്ങളൊക്കെ ഡീൽ ചെയ്തെടുത്തൊക്കെ കണ്ടേക്കണത് അതാ. ഒരു പ്രോമിനൻസി പുരുഷന് കൊടുക്കുന്നുണ്ട്. അങ്ങോട്ട് അംഗീകരിച്ച് അവർ അംഗീകരിക്കുക സ്ത്രീകളൊക്കെ. പക്ഷേ ഒന്നത്, രണ്ട്, ഇങ്ങനെ ഒരു റെസ്പെക്റ്റ് കൂടുതലായതുകൊണ്ട് പല കാര്യങ്ങളും ആ റെസ്പെക്റ്റ് ഏറ്റെടുത്തുകൊണ്ട് തുറന്നു പറയാൻ പുരുഷൻ സ്ത്രീയോട് തുറന്നു പറയാൻ തയ്യാറാവുകയില്ല. ആ ഒരു ലീഡർഷിപ്പ് എനിക്ക് തന്നെ അനുഭവമുള്ളൊരു കേസ് കിട്ടാണ്. വളരെ സന്തോഷമായി കുടുംബയോഗം നയിച്ചുകൊണ്ടിരുന്നതായ ഒരു ആള് എക്സ്ട്രാ മാരിറ്റൽ റിലേഷനിലുമായിട്ട് പോയി. ഒരിക്കലും വിശ്വസിക്കാത്ത രീതിയിൽ. ഒരാൾ KSRTCയിലെ കണ്ടക്ടറായിരുന്നു, മറ്റൊരാൾ സ്കൂൾ ടീച്ചറുമായിരുന്നു. പക്ഷേ ആ പ്രശ്നം എന്താണെന്ന് അവർ തുറന്ന് സംസാരിച്ചില്ല. കൗൺസിലിങ്ങിനിടയിൽ എന്നോട് പറഞ്ഞു. അപ്പം ഞാനത് രണ്ടാമത് എൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ ഷെയർ ചെയ്യിച്ച്
അതിന് പരിഹാരം കാണുകയും ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വക കാര്യങ്ങൾ ഇന്ന് കണ്ട കൗൺസിലറുടെ അടുക്ക തുറന്ന് പറയാൻ പറ്റുന്നു. സെക്സ്വൽ റിലേഷൻ കൂടുതൽ എൻജോയ്മെൻ്റ് ഇല്ലാതെ വരുന്നു. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. പ്രസവമൊക്കെ കഴിഞ്ഞതിന് ശേഷം ബുദ്ധിമുട്ട് വരുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഇത്. പക്ഷേ ഞാനത് ഷെയർ ചെയ്തപ്പോൾ അദ്ദേഹം തയ്യാറായി. പിന്നെയാണ്ട് കോട്ടയത്ത് ഭാരത് ഹോസ്പിറ്റലിൽ കണ്ടുപോയി ഒരു സർജറി പറ്റി ഉണ്ട് അതിൻ്റെ ഇതൊക്കെ ആയി. പക്ഷെ ഞാൻ പറഞ്ഞ എന്നാന്ന് വെച്ചാൽ ഇത് തുറന്ന് പറയാൻ ഒരു കൗൺസിലറുടെ അടുക്ക വരേണ്ടി വന്നു എന്ന് പറയുന്നത് തന്നെ റിലേഷൻ്റെ എന്ന് ആലോചിക്കുക. പിന്നെ ഈ സാറ് സാധാരണ പറയാറുള്ള കമ്മ്യൂണിക്കേഷൻ, കോപ്പറേഷൻ, കോംപ്രമൈസിൻ്റെ കാര്യങ്ങൾ ഞാൻ അനലൈസ് ചെയ്ത് നോക്കാറുണ്ട് ഈ വരുമ്പോൾ. പക്ഷേ അതിലും ഇന്ന് എനിക്ക് കുറച്ചും കൂടി ഒരു കാര്യങ്ങൾ ഓർത്തിരുന്നൊന്ന് അസസ് ചെയ്യാൻ കിട്ടി. സാറ് പറഞ്ഞ ഈ റിലേഷനിലുള്ള 8 കാര്യങ്ങൾ, ഞാനിത് സാറ് പറയുന്ന അവസരത്തിലുമൊക്കെ എൻ്റെ എക്സ്പീരിയൻസിൽ വന്ന കാര്യങ്ങളുമായിട്ട് ഞാനിതൊന്ന് കമ്പയർ ചെയ്ത് നോക്കുകയായിരുന്നു. ഈ പറയുന്ന അനലൈസ് ചെയ്യുകയാണ്. അതൊരു നല്ല ഗൈഡ് ലൈൻസ് ആവട്ടെ സാറേ. ഒന്നാമത് അത് ഓർത്തിരിക്കാനുള്ള റിലേഷൻ ഇതെങ്ങനെ പോകുന്നു എന്ന് നമുക്ക് അസസ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്നു. അത് വളരെ ഒരു നല്ല കോൺട്രിബ്യൂഷനാണ് സാറിൻ്റെ ഈ ഭാഗത്തു നിന്ന് കിട്ടിയത്. കാരണം ആ 8 കാര്യങ്ങൾ മിക്കവാറും ഉള്ളതെല്ലാം ഈ 8 കാര്യങ്ങളിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാനും അത് ഒരു ഗൈഡ് ലൈൻസ് പോലെ നമുക്ക് കിട്ടി. കാരണം അത് ഓർത്തിരിക്കാനും എളുപ്പമാണ് ഈ ഓരോ കാര്യങ്ങൾ. അതിന് വളരെ ഇതായി. പിന്നെ ഈ പറഞ്ഞ പോലെ അടുത്ത ഒരു സഹവർത്തിത്വം കൊണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും, സംശയമൊന്നുമില്ല. ഒരു സാറിനെ പോലെ ഇപ്പോൾ സാറ് പറഞ്ഞ ഓരോ എക്സാമ്പിളിനും സാറിൻ്റെ അടുത്ത് വന്നതായ ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് സാർ ഷെയർ ചെയ്തു. അതൊക്കെ വളരെ എനിക്ക് ഈ പറഞ്ഞ ഈ 8 കാര്യങ്ങൾ ഇനി വേറെ ഒന്നും റെഫർ ചെയ്യണ്ട, എൻ്റെ മനസ്സിൽ പതിഞ്ഞു. അതിൻ്റെ സാറ് പറഞ്ഞ എക്സാമ്പിളും ഞാൻ ശരിക്കും ഉൾക്കൊള്ളുന്നു. അപ്പോൾ എനിക്ക് ഫർദറായിട്ട് വരുന്ന ഈ കാര്യങ്ങളിൽ എനിക്കൊന്ന് റീഡ് ചെയ്യാനും അസസ് ചെയ്യാനുമായിട്ടുള്ള ഒരു ബേസ് കിട്ടി. അത് ഞാൻ ഇവിടെ തുറന്ന് പറയുകയായിരുന്നു. എന്തായാലും വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു സാറ്. കാരണം വീഡിയോ കിട്ടിയൊരു സ്പാർക്കായിരുന്നു. എനിക്ക് വീഡിയോ കിട്ടിയില്ല സാറേ. വീഡിയോ കിട്ടാൻ ബുദ്ധിമുട്ട് വന്നു. അത് കഴിഞ്ഞ് അവസാനമായപ്പോഴേ ഞാൻ കണ്ടേ ഇത് പറഞ്ഞൂടെ. വീഡിയോ എന്നപ്പോൾ എങ്ങനെയോ കട്ടായിപ്പോയി. അതിനെ ഞാൻ കണ്ടോളാം സാറേ. അപ്പോൾ ഏതായാലും സാറിനുമായിട്ടുള്ള ചില ക്ലാസ്സുകളും മറ്റതും ഒക്കെ ഉണ്ടല്ലോ. അത് ഇപ്പം ഈ ഫീൽഡിലുള്ള ഇതുകൊണ്ടായിരിക്കാം. ഏതായാലും എനിക്ക് പിന്നീട് റെഫർ ചെയ്യേണ്ടതല്ല. അതങ്ങനെ ശരിക്ക് എക്സാമ്പിൾ സഹിതം അങ്ങോട്ട് പതിഞ്ഞ് വരുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് റെഫറിൻ്റെ ആവശ്യമില്ല. അത് നമുക്ക് അതുപോലെ ചെയ്യാൻ പറ്റുന്നുണ്ട്. താങ്ക് യു സർ. Thank you, Raisa. Anybody else? രാജേഷ് സാർ. സാറേ, ക്ലാസ് വളരെ സമഗ്രമായിരുന്നു. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഞങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി. സാറ് പറഞ്ഞ കാര്യങ്ങൾ പലതും ബുക്കിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. കാര്യം ഞാൻ ഇത് വായിച്ച് ഇനിയും നോക്കുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് പ്രയോജനപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പൊ വളരെ നന്ദി. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ഷെയർ ചെയ്യാൻ തന്നതിന്, ഷെയർ ചെയ്തതിൽ അതിനുള്ള സന്മനസ്സിന്. കാര്യം സാർ ഇതിന്റെ പിന്നിൽ കുറെ വർക്ക് ചെയ്തിട്ടുള്ള അനുഭവങ്ങളുടെ ആണല്ലോ സാർ പറയുന്നത്. കാരണം ഇന്ന നട്ഷൽ ഞങ്ങൾക്ക് കിട്ടിയ ഒരു ക്യാപ്സ്യൂള് പോലെ, അതുപോലെ ഞങ്ങൾക്ക് ഒരു അനുഗ്രഹമായിട്ട് തോന്നി. നന്ദി, വളരെ നന്ദി. പിന്നെ സാർ ഒരു സംശയം. സാറേ, ഈ ക്ലാസിന്റെ കാര്യം 3 days ക്ലാസ് പറഞ്ഞില്ലേ, അത് ഏത് കാറ്റഗറി പറ്റിയ ആൾക്കാരാണ്, എങ്ങനെ നടത്തുന്നതാണ്, ഏത് ലെവലിലുള്ള ആളാണ് നടത്തുന്നത്? അത് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലാണോ അതോ എങ്ങനെ? അതൊന്ന് കുറിച്ചൊന്ന് പറയാമോ? അല്ല, അതിപ്പോ നമ്മൾ സാധാരണ ഐക്യുവിനാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. ഈ ഐക്യുവിന് പ്രാധാന്യം കൊടുക്കുന്ന അതേതുപോലെ ഇക്യുവിന് വേണം. മിസ്റ്റർ മാറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ 35 വർഷമായിട്ട് ഇക്യു വേൾഡ് വൈഡ് സ്പ്രെഡ് ചെയ്യുന്നതാണ്. അതിൽ ഇന്ത്യയിലത്തെ പ്രൊമോട്ടറും ബ്രാൻഡ് അംബാസഡറുമാണ് ഞാൻ. അപ്പോ ജനറലായ ഇതിനെല്ലാം, കാരണം എല്ലാ കാറ്റഗറി, അതായത് സൈക്കോളജി സ്റ്റുഡൻസ് അല്ലെങ്കിൽ സൈക്കോളജി ഫീൽഡ് മാത്രമല്ല, ജനറലായിട്ട് ഇതൊക്കെ ഉൾക്കൊള്ളാവുന്ന രീതിയിലാണ് പ്രോഗ്രാം വരുന്നത്. നടത്തുന്ന ആരാ, നയിക്കുന്ന ആരാ? ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത് ഞാനുണ്ട്, സാബു സാറുണ്ട്, ഞങ്ങൾ എല്ലാവരും കൂടിയാണ് ഓർഗനൈസ് ചെയ്യുന്നത്. എനിക്കൊരു മൈൻഡ് ക്രാഫ്റ്റ് പറഞ്ഞ ഓർഗനൈസേഷൻ ഉണ്ട്. ഓക്കെ. പെട്ടെന്ന് പടം കണ്ടപ്പോഴേ ഇത് സായിപ്പിന്റെ പരിപാടി പോലെ പെട്ടെന്ന് സായിപ്പാണ്, ആൾ അമേരിക്കന്നാണ്. അപ്പൊ ഇത് ഈ അസന്റും കാര്യങ്ങളും ഒക്കെ സാധാരണ ആൾക്കാർക്ക് അതെങ്ങനെ നിങ്ങളെ മാനേജ് ചെയ്യും സാർ? ഇല്ല, ഇപ്പൊ ഈ പ്ലാറ്റ്ഫോമിൽ കഴിഞ്ഞ ഓണം സ്പെഷ്യൽ ആയിട്ട് ക്ലാസ് നടത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാരും ഉൾക്കൊണ്ടിട്ടുണ്ട്.
സാറേ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഞാൻ കേട്ടതാണ് ഒരു സായിപ്പിൻ്റെതായ ഇംഗ്ലീഷ് അല്ല അദ്ദേഹത്തിൻ്റെ. ഞാനത് ശ്രദ്ധിച്ചു. വളരെയധികം സിമ്പിളാണ്. ഞാനും ആ ക്ലാസ് അറ്റൻഡ് ചെയ്തതാണ്. ഒരു കോമൺ ഇംഗ്ലീഷ് നോളജ് ഉള്ള ആൾക്ക് അത് മനസ്സിലാവും. അതിനോട് താല്പര്യമുള്ള ആൾക്ക് കൂടുതൽ പോയിന്റ്സ് നോട്ട് ചെയ്യാനായിട്ട് പറ്റും. അദ്ദേഹം വളരെ മനസ്സിലാക്കിയിരിക്കണം. സിമ്പിളാണ് ലാംഗ്വേജ്. അതെ, നമ്മളത് അറിഞ്ഞിരിക്കണമല്ലോ, അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. ഇല്ല, അതാണ് സാർ ഞാൻ പറഞ്ഞു, ഞങ്ങൾ അനുഭവസ്ഥരാണെന്നുള്ളത് കൊണ്ടാണ് ഇത് പറയാൻ കാരണം. ഞാൻ അവരെ വെച്ചിട്ട് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ക്ലാസ് നടത്തിയിട്ടുണ്ട്. കാരണം ഇന്ത്യയിലത്തെ കുറെ കോളേജുകളിൽ ഞാൻ അവരുടെ പ്രോഗ്രാം നടത്തിയിട്ടുണ്ട്. അതിലൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. ശരി സാർ, ആയിക്കോട്ടെ. ഓക്കെ, ബർസ സാറെ പറഞ്ഞോളൂ. ജയൻ സാർ, ക്ലാസ് ഞാൻ ഏതാണ്ട് ഒരു പകുതിയോളം കേട്ടായിരുന്നു. പിന്നെ ഇടയ്ക്കൊന്ന് ഔട്ടായി പോയി, പിന്നെ കയറിയതാണ്. എനിക്ക് അപ്പനക്കും കേൾപ്പനക്കും കഴിഞ്ഞായിരുന്നു. സാറിന്റെ ക്ലാസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ട്രെയിനിങ് ക്ലാസ് പോലെ അല്ല സാറിന്റെ ക്ലാസ് പോണത്. അത് കാരണം എന്ന് പറഞ്ഞാല് ഏതാണ്ട് ഒരു 90% കാര്യങ്ങളും സാറിന്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് തന്നെയാണ് പറയുന്നത്. ഓരോ ടോപ്പിക്ക് പറയുമ്പോഴും അതിന്റെ ഒരു എക്സ്പീരിയൻസ് സാറിന് നേരിട്ടും അനുഭവമുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് അതിനൊരു ആധികാരികതയൊക്കെ ഉണ്ട്. പിന്നെ ആ പറയുന്ന രീതി കാര്യങ്ങൾ എല്ലാം നന്നായിട്ട് ഞങ്ങൾക്ക് അത് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നുണ്ട്. അതിനകത്ത് ഉലഹന്നാൻ സാറ് ഇപ്പൊ വളരെയധികം ഇതായിട്ടുള്ളൊരു വലിയൊരു ആളാണ്. അത്രയും ഏജുള്ള ഒരു സാറ്, ഉലഹന്നാൻ സാർ ഇങ്ങനെ എന്തുമാത്രം റെസ്പെക്റ്റും ബഹുമാനവും എല്ലാം തന്നുകൊണ്ടാണ് ജയൻ സാറിനെ പറ്റിയിട്ട് പറയുന്നതും. ഒരു ഇൻസ്പിറേഷന്റെ കാര്യം പറഞ്ഞപ്പോ ഉലഹന്നാൻ സാറ് പലരും പറയൂല, ഇങ്ങനെ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ജയൻ സാറിന്റെ അടുത്ത് ചോദിച്ച് കൺസൾട്ട് ചെയ്ത് ജയൻ സാറിന്റെ ഒരു അഡ്വൈസും കൂടിയിട്ട് കൊടുക്കാറുണ്ടെന്നുള്ളത്. സാധാരണ എല്ലാവരും അത് അവനവന്റെ കാര്യമായിട്ടാണ് സാധാരണ പറയണത്. ഇത് ഉലഹന്നാൻ സാർ അത്രയ്ക്ക് പൊളൈറ്റ് ആയിട്ട് എളിമയോടുകൂടി ആ കാര്യം അവതരിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോ തന്നെ സാർ ഈഗോയുടെ കാര്യം പറഞ്ഞു. അപ്പൊ പലരും ആ ഒരു ഈഗോ ഉലഹന്നാൻ സാറിന് ഇല്ലാത്തത് കൊണ്ടാണ് ഉലഹന്നാൻ സാർ അത് പറഞ്ഞത്. കാരണം ഈ ഒരു കൗൺസിലിങ്ങും സൈക്കോളജിക്കായിട്ടൊക്കെ ബന്ധപ്പെട്ട് പല ജോലികളും ഒക്കെ എടുക്കുന്നവർക്ക് ഈ ഈഗോ സാറിന് ഉണ്ടാവാറുണ്ടെന്നുള്ളത് കറക്റ്റാണ് സാറ് പറഞ്ഞത്. പിന്നെ അടുത്ത് സാർ ആദ്യമേ തന്നെ തുടക്കത്തിലൊരു പറഞ്ഞത് എന്താ പറഞ്ഞത് സി ക്യൂബ് എന്നാണ് പറഞ്ഞത്. ഈ ക്യൂബ് എന്നുള്ളതാണ് അവിടെ കറക്റ്റ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. 3C നല്ലത്. ക്യൂബ് എന്ന് പറയുമ്പോൾ 3 × C എന്ന് പറയുമ്പോൾ 27 27 ആയി. 3C ആണെങ്കിലാണ് സാറ് പറഞ്ഞ എഴുതി വെച്ചത് 3C തന്നെയാണ്. ഇല്ല സാറ് എഴുതി വെച്ചത് 3C പറഞ്ഞത് 3 ക്യൂബാണ്. അപ്പൊ അത് ഞാനൊരു കറക്ഷൻ പറഞ്ഞു എന്നുള്ളൂ, ഇംപ്രൂവ്മെന്റ്. കാരണം അല്ല സാറേ, എല്ലാവരും ഒന്ന് തലേന്ന് വർക്ക് ചെയ്യട്ടെ. ഇല്ല സാറേ, ഞാനത് മനസ്സിലായി. 3C തന്നെ അതിൽ എഴുതി വെച്ചേക്കണത്. പറഞ്ഞത് അങ്ങനെ മാറ്റി പറഞ്ഞു, ഇത് ക്യൂബ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് ഇത് കഴിയുമ്പോ സാറിനടുത്ത് നെക്സ്റ്റ് ടൈം സാറിനൊരു സപ്പോർട്ട് ആവട്ടെ. അപ്പൊ എന്നടുത്ത് എന്നെ ഓർത്തിരിക്കുമല്ലോ അടുത്ത പ്രാവശ്യം 3C പറയുമ്പോഴോ ബർസാത്ത് അന്ന് പറഞ്ഞ കാര്യം ഇങ്ങനെ ഓർത്ത് എന്നെ ഒന്ന് മനസ്സിൽ കൂടെ കൗണ്ട് പോയില്ല. താങ്ക് യു സാർ. ഓക്കെ, ജോബി സാറായിരിക്കും. അല്ല, ഇപ്പൊ നാളെ എൻ്റെ ഒരു സ്റ്റുഡന്റ് ഒരു കേസ് എനിക്ക് തന്നു. അവർക്കത് ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ എന്നോട് ഇങ്ങനെ കേസ് ഉണ്ടെന്ന് അറ്റൻഡ് ചെയ്യാൻ ഞാൻ പോയി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോ അത് അവരുടെ ബന്ധുവിന്റെ വീട്ടിലാണ്. എനിക്ക് ബെനിഫിറ്റ് ഒന്നും ഇല്ലെന്ന്. നിങ്ങളെന്താ ഉദ്ദേശം വെച്ചു? അല്ല, ഞാനൊരു കേസ് തന്നില്ലേ, സാറ് കമ്മീഷൻ തന്നില്ല,
ഞാൻ ഇത്രയും കൊല്ലത്തിനിടയിൽ എന്നോട് ആദ്യമായിട്ട് കമ്മീഷൻ ചോദിക്കുന്ന ആള് നിങ്ങളാണ്. അതേപോലെ ഞാൻ പല സ്ഥലത്തേക്കും കേസ് എനിക്ക് എത്താൻ പറ്റാത്ത ഞാൻ പല സ്ഥലത്ത് വിടാറുണ്ട്. അവരോട് ഞാൻ ചോദിക്കാറില്ല പറഞ്ഞു. ഞാൻ അതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. ശരി, ഇപ്പൊ ഈ പ്രാവശ്യം വേണ്ട, നമുക്ക് അടുത്ത പ്രാവശ്യത്തെ ആലോചിക്കാന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് എന്താ വേണ്ടേ ചോദിച്ചു. അപ്പൊ ഞാൻ പകരം നിങ്ങൾ ഇടയ്ക്ക് എന്നോട് വന്നിട്ട് അത് എൻ്റെ അടുത്തൊരു കേസ് വന്നിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടത് ചോദിക്കില്ലേ. അങ്ങനെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ആദ്യം എനിക്ക് 1000 രൂപ അയച്ചുതരാൻ പറയും. അയ്യോ അത് തെറ്റല്ലേ ചോദിച്ചു. എന്ത് തെറ്റ്? ഞാൻ ഇൻഫർമേഷൻ പറഞ്ഞു, നിങ്ങൾ എന്നെ വിറ്റ് പൈസ ഉണ്ടാക്കല്ലേ. ഞാൻ പറഞ്ഞ സാധനം നിങ്ങൾ പോയിട്ട് അവിടെ അപ്ലൈ ചെയ്ത് പൈസ ഉണ്ടാക്കണം. എനിക്ക് തരുന്നില്ല, അപ്പൊ എനിക്ക് 1000 രൂപ വന്നുള്ളൂ. അന്നേ നാളോട്ട് എനിക്ക് വേണ്ട. സിമ്പിൾ കാര്യം. അപ്പൊ അവർക്ക് പൈസ കിട്ടാൻ അവർ നോക്കി തിരിച്ചു കൊടുക്കാൻ അവർ തയ്യാറല്ല. അവർക്ക് ഇൻഫർമേഷൻ നോക്കിയാണ്. അങ്ങനെയൊക്കെ ചില കുട്ടികളുടെ ഇതുപോലെ ഈ പലരും എനിക്കൊന്ന് 2 കേസുകൾ ഇങ്ങനെ എനിക്കൊരു എക്സ്പീരിയൻസ് വന്നെന്ന് പറഞ്ഞാൽ ചില സൈക്കോളജിസ്റ്റ് ഇവരിങ്ങനെ ചെന്നിട്ട് കൗൺസിലിങ്ങിനെല്ലാം പറയുമ്പോൾ അവർ കൂടുതലും ഇൻട്രസ്റ്റ് കാണിക്കുന്നത് ബെഡ്റൂമിലെ കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ടാണ്. സൈക്കോളജിസ്റ്റ് അവർക്കടുത്ത് ചോദിച്ചിട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ ബന്ധപ്പെടാറുണ്ടോ, എങ്ങനെയാണ്, എന്താണ്, ഇതൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് പക്ഷെ പേഷ്യന്റിനും ആവശ്യമുള്ള ഒരു ഇതുണ്ടല്ലോ, ഇത് കിട്ടുന്നില്ല. അവര് ഹാപ്പിയല്ല. അവര് ഈ എല്ലാം തുറന്ന് പറയണല്ലോ. നമ്മളൊരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് കാര്യങ്ങളെ പറയുമ്പോൾ ഒളിച്ചു വെക്കേണ്ട എല്ലാ കാര്യങ്ങളും പറയണല്ലോ എന്നുള്ളതിന്റെ പേരിൽ അവരെല്ലാം പറയും. പേഷ്യന്റ് ഇതെല്ലാം പറഞ്ഞിട്ടും അവർക്കും അതിനുള്ള ഒരു സൊല്യൂഷൻ കിട്ടിയിട്ടില്ല എന്ന് ഉണ്ടെങ്കിൽ അവര് കരുതും ഞാൻ ഈ പോയിട്ട് എന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞത് മണ്ടത്തരായി. അവര് പിന്നീട് വേറൊരിടത്തേക്ക് പോവാനും റെഡി ആവത്തില്ല. അവര് പറയും ഞങ്ങൾ പോയിട്ട് വെറുതെ പുറത്ത് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു, പക്ഷെ എനിക്കൊരു ഉപയോഗമില്ല. ഇനി ഞാൻ എന്തിനു വേറൊരാളുടെ അടുത്ത് പോയാലും അത് തന്നെയായിരിക്കും അനുഭവം. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കേസുകളുണ്ട്. ശ്രവണസുഖം, ഞങ്ങളതാ പറയാ, ശ്രവണസുഖം എന്നാ പറയേ. ഈ ശ്രവണസുഖത്തെ ദർശനസുഖം കൂട്ടിയിട്ട് സ്പർശനസുഖമാക്കാൻ പറ്റുമെന്നാണ് ഞങ്ങൾ തമാശയായിട്ട് പറയാറ്. നമ്മുടെ അയാൾ കഥ എഴുതാന സിനിമ ഇറങ്ങിയില്ലേ? അല്ല, മോഹൻലാല് നന്ദിനി. അതില് നന്ദിനി എന്ന ക്യാരക്ടറിനെ പറ്റിയ ഇഷ്യൂ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇവര് പല സ്ഥലത്തും പോയപ്പോ ഇത് അന്ന് ആദ്യം തണ്ടായി അങ്ങനെയൊക്കെ ചോദിച്ചാണ് വരണത്. നമ്മുടെ ഹരികൃഷ്ണൻസിലെ ജഗദീഷ് ചോദിക്കുന്നുണ്ട് ലവ് ലൈക്ക് നമ്മളെ വ്യത്യാസം എന്താണ്, അവിടെ തൊട്ടപ്പോ എന്താ ഞങ്ങൾ ചോദിക്കണ്ടല്ലോ. ഇവർ പല സ്ഥലത്തും പോയിട്ട് ഇത് ചോദിച്ചിട്ട് അവസാനം ഇവർക്ക് മടുത്തു. ലാസ്റ്റ് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഉറക്കല്ല പറഞ്ഞിട്ടാണ്. ആ ഉറക്കം അവരുടെ പ്രശ്നം ഉറക്കല്ല എന്ന് എനിക്കറിയാം, ഇരിപ്പെന്ന് മനസ്സിലായി. ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് ഞാൻ ചോദിക്കുന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് എന്നോട് പറയാൻ താല്പര്യമില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്, നിങ്ങളൊന്നും പറയണ്ട, നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല പറഞ്ഞു. ഇവരെന്നോട് പറയണ്ട വിചാരിച്ച എല്ലാ കാര്യം എന്നോട് പറഞ്ഞു, ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല. മറ്റവരെന്താ കുത്തിക്കുച്ചു അന്ന് എന്താ ഉണ്ടായെന്ന് ഞാൻ ഒന്നും ചോദിക്കാൻ പോയില്ല. അപ്പൊ അവർക്ക് എന്നിൽ ട്രസ്റ്റ് തോന്നി. ആ ട്രസ്റ്റ് വന്നപ്പോ അവർ കാര്യം പറഞ്ഞു. ഇപ്പൊ അവർ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യണേ, അത് അവർക്ക് കിട്ടിയ ഇൻസ്പിറേഷനാണ്. ഒന്ന് സെൽഫ് എക്സ്പീരിയൻസും പിന്നെ ഇതുപോലെ ഇൻസ്പിറേഷനും കൂടിയിട്ട് അവർ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യണം. താങ്ക് യു സാർ. ഓക്കെ, ഇനി ആരെങ്കിലും ഉണ്ടോ? ജോബി സാർ ആരും ഇല്ല തോന്നുന്നു. പലർക്കും പലരും ചോദിക്കാനാണ്, പക്ഷേ ഇത്രയും സമയമായതുകൊണ്ടും ഒക്കെയാണ് സാറ് നന്നായിട്ട് ക്ലാസ് എടുത്തല്ലോ. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി. ഇനിയിപ്പോ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് ബാക്കിയുള്ളവരുടെ കടമ. സാറ് തന്ന ഈ ക്ലാസ് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരു നല്ല വെളിച്ചം വീശുന്നത് ആയിരുന്നു. ഇനി ആ വെളിച്ചം നമുക്ക് നമ്മളിൽ കൂടി പ്രസരിപ്പിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. സാറിന് എല്ലാവിധ ഭാവങ്ങളും